പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, വളരെ പ്രൗഢമായ ഒരു പുസ്തകമാണ് എനിക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അത് ഈ പുസ്തകത്തിൽ കാൾ മാർക്സിൻ്റെ ജൂതപ്രശ്നത്തെക്കുറിച്ച് എന്ന ലേഖനത്തെ വിശകലനം ചെയ്ത 5 ആളുകൾ ഉൾപ്പെടുന്ന ഡോക്ടർ പി കെ പോക്കർ പുസ്തകത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കേവലം മിനിറ്റുകൾക്ക് മുമ്പ് മാത്രം ലഭിച്ച ഒരു പുസ്തകത്തെ വിലയിരുത്തി സംസാരിക്കുന്നതിന് ഞാൻ ആളല്ല. KEN ഈ പുസ്തകത്തിൽ എഴുതിയ അദ്ദേഹത്തിൻ്റെ കുറിപ്പിലെ ചില വാചകങ്ങൾ മാത്രം ഈ പുസ്തകത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാനത് വായിക്കുകയാണ്. 1843 മാർക്സ് ജൂതപ്രശ്നത്തെക്കുറിച്ച് എഴുതുന്നത്. അത് ഇന്നും വളരെ പ്രസക്തമാണ്. ഒരുപക്ഷെ അതിൻ്റെ പ്രത്യക്ഷ ഉള്ളടക്കത്തെ തന്നെ മറികടക്കുന്ന തരത്തിലുള്ള ആശയങ്ങളാണ് അത് അവതരിപ്പിച്ചത്. ഒരു മാർക്സിസ്റ്റ് ഏത് ചരിത്രഘട്ടത്തിലും മർദ്ദിത മതപക്ഷത്ത് നിൽക്കണം എന്നതാണ് അതിലെ പ്രധാന ഉള്ളടക്കം. മതത്തെക്കുറിച്ചുള്ള മാർക്സിസ്റ്റ് സൈദ്ധാന്തിക കാഴ്ചപ്പാടും ഒരു മർദ്ദിത മതത്തോട് കൈക്കൊള്ളേണ്ട മാർക്സിസ്റ്റ് നിലപാടും കൂട്ടിക്കുഴക്കാൻ പാടില്ല. അതായത് മതവിമർശനമാണ് മറ്റെല്ലാ വിമർശനത്തിൻ്റെയും ഉപക്രമം എന്നത് മാർക്സത്തിൻ്റെ അടിസ്ഥാന സിദ്ധാന്തമാണ്. പക്ഷേ മതത്തിൻ്റെ പേരിൽ മനുഷ്യൻ മർദ്ദിക്കപ്പെടുമ്പോൾ മാർക്സത്തിൻ്റെ ഉപക്രമം മതവിമർശനമല്ല, മറിച്ച് മതത്തിൻ്റെ പേരിൽ മർദ്ദിക്കപ്പെടുന്ന മനുഷ്യർക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് എന്നു തുടങ്ങിക്കൊണ്ടാണ് KEN അദ്ദേഹത്തിൻ്റെ വിശകലനം ആരംഭിക്കുന്നത്. ഈ ഇന്ത്യയുടെ സാഹചര്യത്തിൽ, സമകാലിക സാഹചര്യത്തിൽ, കേരളത്തിൻ്റെ സാഹചര്യത്തിലൊക്കെ ഡോക്ടർ പി കെ പോക്കർ ഇവിടെ ആമുഖം നൽകിയതുപോലെ തന്നെ വളരെ പ്രസക്തമാണ് ഈ ചിന്തകൾ, ഈ വിഷയം എന്ന് പ്രസക്തമാണ്. കേരളത്തിൽ നമ്മളിത് ആലോചിക്കുമ്പോൾ, അദ്ദേഹം സംസാരിക്കുമ്പോൾ എൻ്റെ ഓർമ്മ പോയത് ഇന്ന് അധ്യക്ഷനായിരിക്കുന്ന ശ്രീ NP ചെക്കുട്ടിയും മറുവാക്കിൻ്റെ എഡിറ്ററായ അംബികയും ഉൾപ്പെടെ പൗരാവകാശ സമരങ്ങളിൽ പ്രസ്താവന ഇറക്കിയതിൻ്റെയും മുദ്രാവാക്യം വിളിച്ചതിൻ്റെയും പേരിൽ ഇന്നും കേസ് നേരിട്ടുകൊണ്ടിരിക്കുകയും കോടതികൾ കയറി ഇറങ്ങുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സമീപനങ്ങളാണോ ഇടതുപക്ഷ സമീപനങ്ങൾ എന്ന പുനരാലോചനയ്ക്ക് കൂടി ഇതുപോലുള്ള കൃതികളും ലേഖനങ്ങളും തീർച്ചയായും നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഒരൊറ്റ മിനിറ്റ് കൂടി ഞാൻ സംസാരിക്കുന്നു. അത് മറുവാക്കിനെ കുറിച്ചാണ്. മറുവാക്കിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അതായത് നമ്മുടെ ദേശീയ പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നിസ്വാർത്ഥമായി രംഗത്ത് വന്ന കുറേയേറെ മാധ്യമ പ്രവർത്തകരുണ്ടായിരുന്നു. തികച്ചും നമ്മൾ റോൾ മോഡലുകളായി കാണുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ, മാധ്യമ വിദ്യാർത്ഥി എന്ന നിലയിൽ നമ്മളൊക്കെ പഠിക്കുകയും നമ്മളൊക്കെ പകർത്താൻ ആഗ്രഹിക്കുകയും ചെയ്ത നിരവധി മഹാത്മാക്കളുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് വാക്ക് എന്ന് കേൾക്കുമ്പോൾ റാൻ എന്ന് മറുപടി പറയുന്ന വാക്കായി അത് തുടരുന്ന സാഹചര്യത്തിലാണ് എതിർവാക്കുകൾക്കും മറുവാക്കുകൾക്കും ഒക്കെ പ്രസക്തിയുള്ളത്. നമ്മുടെ അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോൾ അത് 2ാം സ്വാതന്ത്ര്യ സമരമാണെന്ന് പറഞ്ഞിരുന്നു. ഒരു 3ാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഘട്ടത്തിലൂടെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മറുവാക്കുകൾക്ക് പ്രസക്തിയുണ്ട്. ഇവിടെ ദീപസ്തംഭം, മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം, അത് പരസ്യമായാൽ ശരി, അതല്ല കേസുകൾ ഒഴിവാക്കി കിട്ടിയാലും ശരി, അതല്ല എങ്കിൽ മീഡിയ ID കിട്ടിയാലും ശരി, അതല്ല എങ്കിൽ മറ്റാനുകൂല്യങ്ങളായാലും ശരി എന്ന് ദീപസ്തംഭത്തിന് മഹാശ്ചര്യം എഴുതുന്ന അത് കുറിക്കുന്ന കാലഘട്ടത്തിൽ മറുവാക്ക് പറയാൻ അംബികയും സുഹൃത്തുക്കളും തയ്യാറാകുന്നുണ്ട്. ഈ കൈകൾക്ക് കരുത്ത് നൽകേണ്ടത് സാംസ്കാരിക കേരളമാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പോരാട്ട രംഗത്ത് ചില സഹകരണങ്ങൾ നൽകുന്നതിന്, പിന്തുണ നൽകുന്നതിന് അവസരം ലഭിച്ചതിൽ, ഭാഗ്യം ലഭിച്ചതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഇതിൻ്റെ അണിയറ പ്രവർത്തകരെ ഈ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ പുസ്തകത്തിനും മറുവാക്കിനും എല്ലാ ആശംസകളും നേരുന്നു. നന്ദി. അടുത്തത് വീണ്ടും ഒരു പുസ്തക പ്രകാശനമാണ്. നമ്മുടെ പ്രിയപ്പെട്ട കവി ഉമേഷ് ബാബുവിൻ്റെ ലേഖന സമാഹാരം വാസ്തവങ്ങൾ എന്ന പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്യുന്നത്. ആ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. സ്വീകരിക്കാനായിട്ട് പ്രിയപ്പെട്ട സുഹൃത്ത് ആർട്ടിസ്റ്റ് ചന്ദ്രശേഖരനെ ക്ഷണിക്കുന്നു. ഈ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുന്നത് പ്രശസ്ത എഴുത്തുകാരനായിട്ടുള്ള KS ഹരിഹരനാണ്. അദ്ദേഹം സംസാരിക്കും. ഉമേഷ് ബാബു കവിത എഴുതപ്പെട്ടതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ ആളാണ്. 20 കൊല്ലത്തിന് ശേഷമാണ് ഉമേഷിൻ്റെ ഒരു ലേഖന സമാഹാരം പുറത്തിറങ്ങുന്നത്. ആ 20 വർഷക്കാലത്തിനിടയിൽ ഉമേഷ് ബാബു നൽകിയിട്ടുള്ള ചില അഭിമുഖങ്ങൾ 2007 കോഴിക്കോട്ട് വിജയമാഷെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നടത്തിയ ഒരു പരിപാടിയിലെ വിജയമാഷ അനുസ്മരണ പ്രഭാഷണം,
കേരളീയ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ള വളരെ നീണ്ട ഒരു അഭിമുഖം, അത് മറുവാക്കിൽ വന്നാണ്. അങ്ങനെ വളരെ കനപ്പെട്ട ഉള്ളടക്കമുള്ള ലേഖനങ്ങളും അഭിമുഖങ്ങളും പ്രസംഗങ്ങളും ചേർന്നതാണ് വാസ്തവങ്ങൾ എന്ന പുസ്തകം. സത്യത്തിൽ മറുവാക്ക് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ ഒരു കാരണം, കേരളത്തിൽ കഴിഞ്ഞ 10-25 വർഷക്കാലമായി വളരെ മൗലികമായ ചില ആശയങ്ങൾ, വിമർശനങ്ങൾ മുന്നോട്ട് വെച്ചതിൻ്റെ പേരിൽ നിശബ്ദരായിപ്പോയ ഒരുപാട് എഴുത്തുകാരുണ്ട്. എഴുത്തുകാരുടെ ജോലി നിലവിലുള്ള ഭരണവ്യവസ്ഥയെ വിമർശിക്കുകയാണ് എന്ന് ധരിച്ച് അത്തരം പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയ എല്ലാവരും ഏറെക്കുറെ അരികുവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അല്ലാത്ത ആളുകളൊക്കെ വലിയ തോതിൽ പുരസ്കാരവും സ്ഥാനങ്ങളും ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകളുടെ ജീർണതയൊക്കെ ആയിട്ട് നടക്കുന്നുമുണ്ട്. ഉമേഷിനെ സംബന്ധിച്ച് ഉമേഷിൻ്റെ ഒരു പ്രത്യേകത, ഉമേഷ് വാക്കുകളിൽ വളരെ കൃത്യമായിട്ട് തൻ്റെ നിലപാട് ഏത് വേദിയിലും ഏത് സ്ഥലത്തും ആരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് കേരളത്തിലെ നിലവിലുള്ള സാമൂഹ്യ അവസ്ഥയ്ക്കകത്ത്, സാംസ്കാരിക അവസ്ഥയ്ക്കകത്ത് ഉമേഷിനെ പോലൊരു ബുദ്ധിജീവിയെ സഹിക്കുക പൊതുവിൽ ഒരു വ്യവസ്ഥാപിത സമൂഹത്തിന് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഉമേഷ് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ബുദ്ധിജീവിയാവുന്നതിൻ്റെ ദൗത്യം എന്താണ്, ഒരു ബുദ്ധിജീവിയുടെ ചുമതല എന്താണ്. അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥാ വിരുദ്ധ ചിന്തകനായ പോൾ ബാരനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, യഥാർത്ഥത്തിൽ മാനസികാധ്വാനം കൊണ്ട് ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ബുദ്ധിജീവികളാണ്. പക്ഷേ നിരന്തരമായ വ്യവസ്ഥയ്ക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന മനുഷ്യർ, അവരാണ് ആ വ്യവസ്ഥ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നവർ, ഈ വ്യവസ്ഥയെ മറികടക്കുന്ന മറ്റൊരു ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നവർ. അവരൊക്കെയാണ് യഥാർത്ഥത്തിൽ ആ വ്യവസ്ഥയുടെ മാറ്റത്തിന് വേണ്ടി, സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യരാണ് യഥാർത്ഥത്തിലുള്ള ബുദ്ധിജീവികൾ. പോൾ ബാരൻ ബുദ്ധിജീവികളെ 2 തരത്തിൽ അങ്ങനെ വിഭജിച്ച് വയ്ക്കുകയാണ്. എല്ലാവരും ബുദ്ധിജീവികളാണ്, പക്ഷേ എല്ലാവരും വ്യവസ്ഥാ വിരുദ്ധരായ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ബുദ്ധിജീവികളല്ല. അതുകൊണ്ടാണ് മാർസിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു വാചകം നിലനിൽക്കുന്ന വ്യവസ്ഥയെ നിർദ്ദയമായി വിമർശിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. നിലനിൽക്കുന്ന വ്യവസ്ഥയെ നിർദ്ദയമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിജീവികൾക്ക് കേരളത്തിൽ എത്രത്തോളം ഇടമുണ്ട് എന്നതാണ് യഥാർത്ഥത്തിൽ ഉമേഷ് ബാബുവിൻ്റെ അന്വേഷണം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്ന കാര്യം. അത്ര വലിയ സുഖമുള്ള ഇടങ്ങളില്ല. അവരെപ്പോഴും ഭരണവർഗത്തിന് മുമ്പിൽ കുഴപ്പക്കാരാണ്, അല്ലെങ്കിൽ ശല്യക്കാരാണ്. അവർ ഈ വ്യവസ്ഥയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവരാണ്. അവരധികാരത്തോട് നിരന്തരം സത്യം പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ലത് അത്തരം ആളുകളെ പതുക്കെ ഒഴിവാക്കി നിർത്തുകയാണ്. അത് എം.എൻ. വിജയനായാലും ശരി, ഉമേഷ് ബാബു ആയാലും ശരി, ആരായാലും ശരി, അവരെ നമുക്ക് തൽക്കാലം മാറ്റി നിർത്താം. നമുക്ക് എമ്മൂന്നനെയോ അതുപോലുള്ള വളരെ വലിയ എഴുത്തുകാരെ നമുക്ക് കൊണ്ടു നടക്കാം. കാരണം അവർ വ്യവസ്ഥയ്ക്കെതിരെ ചിന്തിക്കില്ല. അത്ഭുതരായി തോന്നിയ ഒരു കാര്യം, ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ, ഞങ്ങളുടെ യൗവനത്തിൽ, ഇപ്പം നഷ്ടബോധമുണ്ട്, ഞങ്ങൾ ഒരുപാട് മൂന്നൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ട് വെറുതെ കാശ് കളഞ്ഞിട്ടുണ്ട്. ഹരിദ്വാരിൽ മണികൾ മുഴങ്ങുന്നു, ആവിലായിലെ സൂര്യോദയം, മഴയപ്പുഴയുടെ തീരങ്ങളിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് വായിക്കുമ്പോൾ അതിനകത്ത് നിരന്തരം മൂന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ കഞ്ചാവ് വലിക്കുകയാണ്. കഞ്ചാവ് വലിച്ചിട്ട് എസ്റ്റാബ്ലിഷ്മെൻറ്റ് തകരുകയാണെങ്കിൽ ഹരിദ്വാറിലൊന്നും യു പിയിലൊന്നും ഗവൺമെൻറ് ഉണ്ടാകാൻ പാടില്ല. കാരണം അത്രയും സ്വാമിമാർ ദിവസേന കഞ്ചാവ് വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അന്ന് മൂന്നാം പറഞ്ഞുകൊണ്ടിരുന്നത്, ഈ വ്യവസ്ഥയെ തകർക്കാനുള്ള വഴി നിങ്ങൾ അരാജകമായി ജീവിക്കുകയാണ്. സമ്പൂർണമായ അരാജകത്വമാണ് ചെറുപ്പക്കാരെ വ്യവസ്ഥയ്ക്കെതിരെ സമരം ചെയ്യാൻ സഹായിക്കുന്നത് എന്നെഴുതിയ എമ്മൂന്നൻ കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് പോയിട്ട് ഗവൺമെൻറ്റിനെ പിന്താങ്ങലാണ് എഴുത്തുകാരുടെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നുണ്ട്. ഒരു എഴുത്തുകാരൻ്റെ സമാധിയാണത്, മഹാസമാധി എന്ന് വേണം പറയാൻ. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ബുദ്ധിജീവികൾ എല്ലായിടത്തും നമ്മൾ എല്ലാ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലും ഇത്തരം ബുദ്ധിജീവികളുടെ വിളയാട്ടമാണ്.
അങ്ങനെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ, അതിനെക്കുറിച്ചൊരു ലേഖനം ഉമേഷ് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് ജയ്പൂരിൽ ആദ്യത്തെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ തുടങ്ങിയത്, എങ്ങനെയാണ് ശശി തരൂരിനെ പോലുള്ള എഴുത്തുകാർ അതിനകത്ത് ആഘോഷിക്കപ്പെടുന്നത്, പിന്നെ എങ്ങനെയാണ് ജയ്പൂർ മാതൃകയിലുള്ള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എല്ലാ പ്രദേശങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് ജയ്പൂരിൽ ഒരു സമാന്തര ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ വളരെ കാലം അവിടുത്തെ പുരോഗമന എഴുത്തുകാർ സംഘടിപ്പിച്ച്, പ്രത്യേകിച്ച് മധുവിഷ്വാറിനെ പോലുള്ളവർ ചേർന്ന് സംഘടിപ്പിച്ചത് തുടങ്ങിയ കാര്യം കൂടി ഉമേഷിൻ്റെ ഒരു ലേഖനം ഉണ്ട് അതിനകത്ത്. ലിറ്ററേച്ചർ ഫെസ്റ്റിവലുകൾ എന്ന് പറഞ്ഞു വരുന്ന കെട്ടുകാഴ്ചകൾക്ക് സമാന്തരമായിട്ട് എങ്ങനെയാണ് രാജസ്ഥാനിലെ മനുഷ്യർ അതിനെ നേരിട്ടത് എന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കോഴിക്കോട്ടോ വയനാട്ടിലോ തിരുവനന്തപുരത്തോ സാധ്യമാവാത്ത ഒരു കാര്യമാണത്. അത് നമ്മുടെ സാമൂഹ്യ രംഗത്ത്, നമ്മുടെ സാംസ്കാരിക രംഗത്ത് സംഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ അത് വളരെ കൃത്യമായ ഒരു ഇടതുപക്ഷ വീക്ഷണത്തിലൂടെ, മാർക്സിസ്റ്റ് വീക്ഷണത്തിലൂടെ ഉമേഷ് അന്വേഷിക്കുന്നുണ്ട്. അത് ഈ പുസ്തകത്തിൻ്റെ സവിശേഷതയാണ്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേരളീയ നവോത്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള വളരെ നീണ്ട ഒരു അഭിമുഖം. അത് ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ ഉള്ളടക്കങ്ങളെ, നാരായണഗുരു എന്താണ് കേരളത്തിന് നൽകിയത്, നാരായണഗുരു എങ്ങനെയാണ് മലയാളികൾ വായിച്ചത്, ഇന്ന് നാരായണഗുരു എങ്ങനെയാണ് വായിക്കപ്പെടുന്നത് തുടങ്ങിയ വളരെ ഗൗരവമുള്ള ഒരന്വേഷണം. അത് ഒരുപാട് പേജുകളുണ്ട്, പക്ഷേ വളരെ സൂക്ഷ്മമായി മനോഹരമായി ഉമേഷ് നിർവഹിച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടാണ് മലയാളികൾ നാരായണഗുരുവിനെ ഒരു വിഗ്രഹമാക്കി മാറ്റുന്നത്, എന്തുകൊണ്ടാണ് നാരായണഗുരു, വാഗ്ഭടാനന്ദൻ, ബ്രഹ്മാനന്ദ ശിവയോഗി തുടങ്ങിയ മനുഷ്യർ കേരളത്തോട് പറഞ്ഞുകൊണ്ടിരുന്ന ആശയങ്ങൾ കേരളത്തിൽ പിന്നീട് ചർച്ച ചെയ്യപ്പെടാതെ പോയത്. നിങ്ങളൊരു വേദാന്തിയായിരിക്കുകയും നിങ്ങൾ എങ്ങനെയാണ് ക്ഷേത്രപ്രതിഷ്ഠ നടത്തുകയും ചെയ്യുന്നത് എന്ന വടക്കേ മലബാറിൽ നിന്ന് പോയ വാഗ്ഭടാനന്ദൻ്റെ ചോദ്യത്തെ നാരായണഗുരു എങ്ങനെയാണ് നേരിട്ടത് എന്നതുൾപ്പെടെ ആ കാലത്ത് നടന്ന വളരെ തീവ്രമായ ആശയ സംഘർഷങ്ങളെ, സംവാദങ്ങളെ, തർക്കങ്ങളെ, പ്രചാരണ പ്രവർത്തനങ്ങളെ ഒക്കെ, സഹോദരൻ അയ്യപ്പൻ്റെ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളെ, അദ്ദേഹമേറ്റ മർദ്ദനങ്ങളെ, അദ്ദേഹം സൃഷ്ടിച്ച ചരിത്രത്തെയൊക്കെ ഉമേഷ് ആ അഭിമുഖത്തിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. അത് നമ്മുടെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട പല രീതിയിലുള്ള അന്വേഷണങ്ങളുണ്ട്. നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു മാർക്സിസ്റ്റ് വിശകലനത്തിൻ്റെ ഏറ്റവും മികച്ച മാതൃകയായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ചുള്ള, എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നതിനെക്കുറിച്ചുള്ള വളരെ നല്ലൊരു അവതരണം, ഒരു ലേഖനമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ദൈവമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പരബ്രഹ്മമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സാധാരണ മനുഷ്യർ കെട്ടിപ്പടുത്തിലുള്ള സാധാരണ മനുഷ്യരുടെ സമരത്തിൻ്റെ ഒരായുധം മാത്രമാണ് എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ, എം.എൻ. വിജയൻ മാഷിൻ്റെ രാഷ്ട്രീയം എന്തായിരുന്നു എന്ന അന്വേഷണം, ഇതൊക്കെ ഈ പുസ്തകത്തിൻ്റെ ഭാഗമാണ്. ഇതെല്ലാ കാര്യങ്ങളും ഇവിടെ നമ്മൾ പറഞ്ഞു തീർക്കേണ്ടതില്ല. വാസ്തവങ്ങൾ തീർച്ചയായിട്ടും 2025 പുറത്തു വരുന്ന ഏറ്റവും മികച്ച ഇടതുപക്ഷ പ്രസിദ്ധീകരണങ്ങളിലൊന്നാണ് എന്ന് മറുവാക്കിൻ്റെ പ്രവർത്തകർ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. സത്യത്തിൽ മറുവാക്ക് 10 വർഷം പൂർത്തിയാക്കുമ്പോൾ ഒരു അത്ഭുതമുണ്ട്. ഞാൻ അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. വിജയമാഷ് പത്രാധിപരായിട്ട് ഇരിങ്ങാലക്കുടയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്ന മറുവാക്ക് മാഷുടെ മരണത്തിന് ശേഷം പലവിധ സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു പ്രധാനമായിട്ട്. അത് നിലച്ചു പോവുകയും അങ്ങനെ നിലച്ചു പോയ ഘട്ടത്തിൽ അതിൻ്റെ രജിസ്ട്രേഷൻ ഏറ്റെടുത്ത് കോഴിക്കോട് നിന്ന് ഇറക്കാൻ വേണ്ടി കുറച്ച് പേര് തീരുമാനിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ തീരുമാനിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്ന ഒരു പ്രശ്നം, കേരളത്തിൽ ഒരു സമാന്തര പ്രസിദ്ധീകരണവും 2 കൊല്ലത്തിൽ നിലനിന്നിട്ടില്ല. പാർട്ടികൾ തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങൾ പോലും നിലനിന്നിട്ടില്ല. യനാൻ എന്ന് പറയുന്ന ഒരു, ഇപ്പോൾ സച്ചിദാനന്ദനൊക്കെ 70-കളെ, ചുവന്ന 70-കളെക്കുറിച്ച് 80-കളെക്കുറിച്ച് എഴുതുമ്പോൾ പറയാറുണ്ട്, യനാനാണ് ഒരു ലക്ഷണമൊത്ത സമാന്തര പ്രസിദ്ധീകരണം എന്ന് പറയും. 2 ലക്കമാണ് അത് ഇറങ്ങിയത്. രണ്ടാമത്തെ ലക്ഷണമൊത്ത സമാന്തര പ്രസിദ്ധീകരണം പ്രസക്തിയാണ്. അത് ഇറങ്ങിയിട്ടില്ല, അത് പ്രസ്സും തന്നെ പോലീസുകാർ എടുത്തു കൊണ്ടുപോയി. അതിനുശേഷം വന്ന സമാന്തര പ്രസിദ്ധീകരണങ്ങൾ വായന, വാക്ക്, സംക്രമണം എന്നൊക്കെ പറഞ്ഞ് ചിലതൊക്കെ കുറച്ച് കാലം ജീവിച്ചിട്ടുണ്ട്. പക്ഷേ മറുവാക്ക് 10 വർഷം ജീവിച്ചു എന്നുള്ളതൊരു അത്ഭുതമാണ്. അത്ര വലിയ പണമൊന്നുമില്ല, പ്രസ് പൈസ കൊടുക്കാൻ അവസാന ഘട്ടത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ചെടുക്കുന്നതാണ്. അതിൻ്റെ പ്രയാസങ്ങളിലേക്ക് ഞങ്ങൾ പറയേണ്ട കാര്യമില്ല. പക്ഷേ 10 വർഷം ഇറങ്ങി എന്നുള്ളൊരു അത്ഭുതമാണ്. രണ്ടാമതൊരു അത്ഭുതം അതിനകത്ത് വേറെയുണ്ട്. അത് ഇതിൻ്റെ എഡിറ്റോറിയലുള്ളത് 5 പേരാണ്. 5 പേരും 5 രാഷ്ട്രീയ നിലപാടുള്ളവരാണ്. ഒരേ രാഷ്ട്രീയ നിലപാടുള്ളവർക്ക് പോലും പലപ്പോഴും ഒരു 10 കൊല്ലമൊന്നും ഒന്നിച്ച് പ്രസിദ്ധീകരിച്ച് പോകാൻ പറ്റില്ല. അപ്പോൾ 5 രാഷ്ട്രീയ നിലപാടുള്ള 5 വളരെ വ്യത്യസ്തമായ, പലപ്പോഴും പരസ്പര വിരുദ്ധം പോലുമായ
രാഷ്ട്രീയ നിലപാടുകളുള്ള 5 മനുഷ്യർ ഒരുമിച്ചിരുന്നിട്ടാണ് 10 വർഷം ഇത് ഇറക്കിയിട്ടുള്ളത്. ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യം, വിയോജിപ്പുകൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറ്റി വെച്ചിട്ട് പോകുക എന്നുള്ളത്. യോജിക്കാവുന്ന കാര്യങ്ങളിൽ അത് പ്രസിദ്ധീകരിക്കുക, വിയോജിക്കാവുന്ന പ്രശ്നങ്ങളെ മാറ്റിവെക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് 10 വർഷം ഞങ്ങൾക്ക് നിലനിൽക്കാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനങ്ങൾ ഒരു പാഠം എന്ന നിലയ്ക്കാണ് ഞങ്ങൾ കാണുന്നത്. കാരണം വിയോജിപ്പുകൾ കണ്ടുപിടിച്ചിട്ട് അകന്നു പോകാൻ വേണ്ടി ശ്രമിക്കുന്നവരുടെ ഇടയിലാണ് വിയോജിപ്പുകളെ മാറ്റി വെച്ചിട്ട് യോജിപ്പിൻ്റെ തലങ്ങൾ മാത്രം കണ്ടെത്തിയിട്ട് മുന്നോട്ട് പോകുക എന്നൊരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട 2 പുസ്തകങ്ങൾ, മാർസൻ്റെ ജൂതപ്രശ്നത്തെക്കുറിച്ച്, അതുപോലെ ഉമേഷിൻ്റെ വാസ്തവങ്ങളും പ്രസിദ്ധീകരിക്കുമ്പോൾ പുസ്തക പ്രസാധന രംഗത്തേക്ക് കൂടി ഞങ്ങൾ കിടക്കുകയാണ്. തീർച്ചയായിട്ടും മറുവാക്കിന് ആ നിലയ്ക്കുള്ള പിന്തുണ കേരളീയ സമൂഹത്തിൽ നിന്ന് കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ പുസ്തകങ്ങൾ കൂടുതൽ വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും പ്രത്യേകിച്ച് ഉമേഷിൻ്റെയും മാർസൻ്റെയും പുസ്തകങ്ങൾ ഗൗരവമായ ചർച്ചയ്ക്ക് കേരളത്തിൽ വിധേയമാവും എന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും നന്ദി പറയുക. അടുത്തതായിട്ട് പ്രഭാഷണം നടത്താനായിട്ട് മറുവാക്കിൻ്റെ 10ാം വാർഷിക പ്രസിദ്ധീകരണമുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഉമേഷ് ബാബു മുഖ്യ പ്രഭാഷണം നടത്തും. അതിനുശേഷം അടുത്ത ചടങ്ങുകളിലേക്ക് ഉമേഷ് ബാബുവിനെ ക്ഷണിക്കുന്നു. സഹോദരി സഹോദരന്മാരെ, ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇത്രയും തണുത്ത ഒരു സ്ഥലത്ത് ഇത്രയും സമയം കഴിയാൻ പറ്റില്ല എനിക്ക്. അതിൻ്റെ അത്രയും ആരോഗ്യമില്ലാത്ത ഒരാളാണ് ഞാൻ. അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. സത്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്ന്. അത് ആളുകളൊക്കെ കരുതുക എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെയല്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഒരു ലേഖന സമാഹാരം 20 വർഷത്തിന് ശേഷമാണ് പ്രസിദ്ധീകരിക്കുന്നത്. വേണമെങ്കിൽ എനിക്ക് അതിനു മുമ്പേ ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷേ ഞാനതിനൊരു താല്പര്യം എടുക്കേണ്ടതില്ല. അതെൻ്റെ ഒരു ശീലമല്ല. എഴുതി കൂട്ടിയ ലേഖനങ്ങൾക്ക് എത്രയുണ്ടെന്ന് പോലും എനിക്ക് കണക്കില്ല. കാരണം അത് സുഹൃത്തുക്കൾ നിർബന്ധം വെച്ചിട്ട് എഴുതുന്നതാണ്, അല്ലാതെ ഞാൻ തീരുമാനിച്ചിട്ടില്ല. IV ബാബുവും മറ്റും S ജയേന്ദ്രൻ നായർ അദ്ദേഹം ഇപ്പോൾ അടുത്ത ദിവസം മരിച്ചത്, അവരൊക്കെ നിർബന്ധിച്ചിട്ട് മലയാളം വാരികയിൽ ഞാൻ കുറേ എഴുതിയിട്ടുണ്ട്. 2006 ഞങ്ങളൊക്കെ കൂടി ആലോചിച്ചിട്ടാണ് ജനശക്തി എന്ന് പറയുന്നൊരു പ്രസിദ്ധീകരണം തുടങ്ങിയത്. അതിൽ ഒരു 10-13 കൊല്ലം നിരന്തരമായിട്ട് എഴുതിയിട്ടുണ്ട്. അതും ശക്തിധരൻ ഈ 2 ദിവസം തരും, എന്നിട്ട് പിന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല, എന്നിട്ട് അതുകൊണ്ട് എഴുതി കൊടുത്താണ്. പിന്നെ ഈ പറയുന്ന അംബികയുടെ നിർബന്ധങ്ങളുടെ പുറത്ത് എഴുതിയിട്ടുള്ള കുറേ കാര്യം. അപ്പോൾ ഇപ്പോഴ് പുസ്തക പ്രസിദ്ധീകരണം തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് അംബിക നിർബന്ധിച്ചതിൻ്റെ പുറത്താണ് ഇങ്ങനൊരു പുസ്തകം വരുന്നത്. അപ്പോൾ ഈ അതൊക്കെ അംബികയുടെ കമ്പ്യൂട്ടറിലുള്ള സാധനങ്ങളാണ്. എനിക്ക് പെട്ടെന്ന് വേറൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. പേജുകൾ തികയാതെ വന്നപ്പോൾ ഏതൊക്കെയോ എൻ്റെ കണ്ണിൽപ്പെട്ട ചില സാധനങ്ങൾ എടുത്തു കൊടുത്തിട്ടാണ്. സത്യത്തിൽ അത്രയൊക്കെ ആവശ്യമുള്ളൂ എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു മറുപടിയായിട്ട് ഞാൻ തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും ജീവിതം എന്ന് പറയുന്നത് യുദ്ധങ്ങളായിരുന്ന ഒരാളാണ് ഞാൻ. യുദ്ധങ്ങളിലേ ഞാൻ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ നേരത്തെ എന്നോടൊരാൾ അവിടുന്ന് സംസാരിക്കുമ്പോൾ ഞാൻ ഓർത്തത്, ഞാൻ അടിയന്തരാവസ്ഥയിൽ ഒരു കോളേജ് യൂണിയൻ കാൻഡിഡേറ്റായിരുന്നു. അടിയന്തരാവസ്ഥയിൽ പോലീസുമായുള്ള യുദ്ധങ്ങൾ അവിടെ തുടങ്ങുകയാണ്. ചെറിയ വയസ്സാണെന്ന് യുദ്ധങ്ങളാണ്. നിങ്ങൾക്ക് 76 ഒരു കോളേജിലെ യൂണിയൻ ചെയർമാൻ കാൻഡിഡേറ്റ് എങ്ങനെ ഇരിക്കും? അപ്പോൾ എൻ്റെ ജൂനിയേഴ്സിനൊക്കെ അങ്ങനെ ഒരാൾ പറഞ്ഞു എന്നാണ്, ഉമേഷ് ബാബു അന്നേ അങ്ങനെയായിരുന്നു എന്നുള്ളത്. അതാണ്, അന്നും അങ്ങനെയാണ്, യുദ്ധമാണ്, വേറെ വഴിയുണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതാണ് ഈ തുടക്കം അങ്ങനെയാണ്, യുദ്ധങ്ങളിലാണ് തുടക്കം. ഈ കോഴിക്കോട് ടൗൺ ഹാളിൽ 76 അടിയന്തരാവസ്ഥയെ ആദ്യം നിശ്ചിതമായി വിമർശിച്ച് നടത്തിയൊരു പ്രസംഗത്തെക്കുറിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. ഈ പറയുന്ന ഒരു വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിലാണ് അടിയന്തരാവസ്ഥയെ ആദ്യം രൂക്ഷമായിട്ട് വിമർശിച്ചിട്ട് കോഴിക്കോട് ടൗൺ ഹാളിനെ ഞെട്ടിച്ചൊരു ദിവസം എൻ്റെ ജീവിതത്തിലുണ്ട്. വളരെ ചെറിയ വയസ്സിലാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ നേരിട്ടിട്ടുള്ള പോലീസ് നടപടികൾ ഇങ്ങനെയൊക്കെയാണ് തുടങ്ങിയത്. ഇപ്പോഴും നിർഭാഗ്യത്തിന് ഒരുപക്ഷെ ഈ യുദ്ധങ്ങൾ ഇങ്ങനെ തുടർന്നു പോവുകയാണ്. ഞാൻ RSSകാരുടെ വടിവാളുകളുടെ മുമ്പിൽ അവരെ വെല്ലുവിളിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. സെൻട്രൽ പൊയിലൂരിൽ ഒരു വട്ടം പ്രസംഗിക്കാൻ പോയപ്പോൾ
അവർ വടിവാളുകളുമായി നിരന്ന് നിൽക്കുകയാണ്. പ്രസംഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോൾ ഞാനവരോട് പറഞ്ഞു, ഞാനിവിടെ വന്നു എന്നുള്ള വാസ്തവമാണെങ്കിൽ ഞാൻ പ്രസംഗിച്ചേ മടങ്ങിപ്പോവുള്ളൂ. അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്, തടയാൻ പറ്റുമോ. പക്ഷേ ഞാൻ പറയുന്നത് അതാണ് ഞാനൊക്കെ തുറന്നു പോകില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, ഇത് കത്തി ഊരിയാൽ പിന്നെ കത്തി സംസാരിക്കും ആണ്. കാരണം ഈ ചെറുപ്പത്തിലെ കണ്ട് പരിചയമുള്ളതാണ്. ഇതൊന്നും കാണുമ്പോൾ ഞാനെന്നും അതാണ് ചെറുപ്പത്തിലെ ഉണ്ടായിരുന്ന ഒരു ശീലം വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. ഭയം എന്നൊരു സാധനമില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നും പ്രശ്നമല്ല. വടിവാളെന്ന് കണ്ടു കഴിഞ്ഞാൽ ഭയന്ന് പോകുന്നില്ല. അതുകൊണ്ട് വടിപാടുകളെ സാക്ഷി നിർത്തിയിട്ടാണ് അന്ന് പ്രസംഗിച്ചത്. അതിൻ്റെ പേരിൽ നേരിട്ടിട്ടുള്ള RSSകാർ നടത്തിയിട്ടുള്ള പിന്തുടരലുകൾ അതിൻ്റെ ഒരു ഘട്ടം. പിന്നെ കഴിഞ്ഞൊരു 18 വർഷമായിട്ട് നേരിട്ട് കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ യുദ്ധങ്ങളുടെ ഭാഗമായി നടത്തുന്ന അന്വേഷണങ്ങളാണ് വാസ്തവത്തിൽ അതിൻ്റെ നടുവിൽ എഴുതി പോകുന്നതാണ് ഈ ലേഖനങ്ങളൊക്കെ. അതുകൊണ്ട് അത് പുസ്തകമാക്കുക എന്നുള്ളൊരു വലിയ ആഗ്രഹമൊന്നും ഒരിക്കലും ഞാൻ കൊണ്ടു നടന്നിട്ടില്ല. ഇത് അംബികയുടെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് സംഭവിച്ചതാണ്. അത് വായിക്കപ്പെടുകയോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായിരുന്നാലും ഇപ്പോൾ 2 ദിവസം മുമ്പിൽ ആണ് അമേരിക്കയിലെ ഇപ്പോൾ അധികാരം ഒഴിയുന്ന പ്രസിഡൻ്റായിട്ടുള്ള ജോ ബൈഡൻ നടത്തിയിട്ടുള്ള വളരെ പ്രസിദ്ധമായി കഴിഞ്ഞൊരു പ്രസംഗമുണ്ട്. ഫെയർവെൽ സ്പീച്ച്, വിടവാങ്ങൽ പ്രസംഗമാണ്. അമേരിക്കൻ പ്രസിഡന്റുമാരൊക്കെ അധികാരത്തിൽ ഇറങ്ങിപ്പോകുമ്പോൾ അവർ വിടവാങ്ങൽ പ്രസംഗം നടത്താറുണ്ട്. ഇത്തവണത്തെ ബൈഡൻ 2 ദിവസം മുമ്പിൽ നടത്തിയിട്ടുള്ള വിടവാങ്ങൽ പ്രസംഗം വളരെ പ്രസിദ്ധമായി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളത് കേൾക്കേണ്ടതാണ്. അതിൽ ബൈഡൻ പറഞ്ഞിട്ടുള്ളത് വളരെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം എഴുത്തുകാർ എഴുതി കൊടുത്തതാണ്. അതിൽ അദ്ദേഹം തന്നെ എഴുതിയതാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അതിലദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മൗലികമായ ചില ആശയങ്ങൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നമ്മൾ അറിയണം, ഈ പറയുന്ന അമേരിക്കൻ പ്രസിഡൻ്റായിട്ടുള്ള ബൈഡനാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് അമേരിക്കയിൽ ഒരു പ്രഭുവർഗ വാഴ്ച വരികയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ മുന്നറിയിപ്പ്. ഒരു ഒലിഗാർക്കി വരികയാണ്. അതുകൊണ്ട് ജനാധിപത്യവാദികൾ വളരെ കരുതിയിരിക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സത്യത്തിൽ ലോകമെങ്ങും നമ്മുടെ കേരളത്തിൽ എന്താ ഇപ്പോഴുള്ളത്? ഇത് പരിപൂർണമായിട്ടുള്ള ഒരു ഒലിഗാർക്കിയാണ് കേരളത്തിൽ ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടു വരുന്നത്. കഴിഞ്ഞ 5-8 വർഷമായിട്ട് ഒരു ഒലിഗാർക്കി അല്ല കേരളത്തിലുള്ളത് എന്നെങ്ങനെ വാദിക്കാൻ കഴിയും? എനിക്കറിയില്ല. എനിക്കത് അങ്ങനെയല്ലാതെ കാണാൻ കഴിയുന്നില്ല. ഓരോ ദിവസവും നേരത്തെ ടീച്ചറാണ് ഈ പറയുന്ന നവീൻ ബാബുവിൻ്റെ മരണമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു ഡെമോക്രസി സംഭവിക്കുന്ന കാര്യമല്ല. ഒരു ഒലിഗാർക്കിയിൽ മാത്രമേ അങ്ങനെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ബൈഡൻ പറഞ്ഞാണ് ഒരു ഒലിഗാർക്കിയിലേക്ക് പോവുകയാണ് കാര്യങ്ങൾ എന്നുള്ളത്. അതോടൊപ്പം ബൈഡൻ പറഞ്ഞിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം പറഞ്ഞത് അധികാരവും ലാഭവും ചേർന്നുണ്ടാക്കുന്ന കള്ളത്തരങ്ങൾ സത്യത്തെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് വളരെ നമ്മളൊരിക്കലും മുമ്പുള്ള ഒരു അമേരിക്കൻ പ്രസിഡൻ്റൊന്നും കേട്ടിട്ടില്ലാത്തൊരു ഉത്കണ്ഠയാണ്. അധികാരവും ലാഭവും ഉണ്ടാക്കുന്ന കള്ളത്തരങ്ങൾ സത്യത്തെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്നു. അതാണ് പ്രശ്നം. ഇത് കൃത്യമായിട്ട് കേരളത്തിലൊക്കെ അതാ ഉള്ളത്. ഈ അധികാരം, ഒരു വശത്ത് അധികാരം, വേറൊരു വശത്ത് ലാഭക്കൊതി, ഇതിൻ്റെ കള്ളത്തരങ്ങളുടെ നടുവിൽ ജീവിക്കുന്നൊരു ജനതയാണ് മലയാളി. അപ്പോൾ അതുകൊണ്ടാണ് വാസ്തവത്തിൽ എനിക്ക് സന്തോഷമുള്ളത്, എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നുണ്ടല്ല, മറുവാക്ക് എന്ന് പറയുന്ന മാസിക 10 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നുള്ളതാണ്. മറുവാക്കിൻ്റെ ഒരു ദൗത്യമായിട്ട് അവരെടുക്കുന്ന പ്രധാനപ്പെട്ട എനിക്ക് തോന്നുന്നത് ഈ ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് സത്യം പറയാനുള്ള ചില സ്ഥലങ്ങൾ ഉണ്ടായേ മതിയാവുള്ളൂ. നിങ്ങൾ ഈ അലനും താഹയും അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ വിവക്ഷകളെക്കുറിച്ച് അടുത്ത ദിവസം പറയാൻ ആരെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു സ്ഥലം ഉണ്ടായേ മതിയാകും. നമ്മൾ മുഖ്യധാര അത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ അവസ്ഥയിൽ നോക്കുകയാണെങ്കിൽ ജോ ബൈഡനേക്കാൾ പിന്തിരിപ്പനായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരാണ് നമ്മുടെ നാട്ടിലുള്ളതെന്ന് പറയേണ്ടി വരും. കാരണം ഇത്തരം ആശയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഒരാളും ഇല്ല കേരളത്തിൽ. അതാണ് വളരെ വൃദ്ധനായിട്ടുള്ള, കേരളത്തിൽ എനിക്ക് തോന്നുന്നു അത്രയും വൃദ്ധനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവില്ല. ജോ ബൈഡനെ പോലെ വൃദ്ധനല്ല ഇവിടുത്തെ ഒറ്റ രാഷ്ട്രീയക്കാരന്. പക്ഷെ ബൈഡൻ അതിപ്പോഴും ഈ പറയുന്ന അമേരിക്കക്കാരനായ ബൈഡൻ ഈ മുതലാളിത്ത സ്വർഗത്തിൻ്റെ നടുവിൽ നിന്ന് ഇങ്ങനെ പറയാൻ കഴിയുന്നുണ്ട് അദ്ദേഹത്തിന്. എന്നാൽ കേരളത്തിൽ എന്താ നടക്കുന്നത്? കേരളത്തിൽ ഇപ്പോഴും കേൾക്കുന്ന കേരളത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ കേൾവി, കേരളത്തിലെ ഇടതുപക്ഷക്കാർ ഭരിക്കുന്നതാണല്ലോ പറയുന്നത്. അതിൻ്റെ ഒരു വ്യവസായ വകുപ്പ് മന്ത്രിയുണ്ട്. അയാളുടെ അവകാശവാദം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിലെ ഇന്ത്യയിൽ 1ാം സ്ഥാനം ഞങ്ങൾക്കാണെന്നാണ്.
ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. അതുകൊണ്ടാണ് എനിക്ക് വേറൊരു തരത്തിൽ സന്തോഷമുണ്ട്. മാർക്സിൻ്റെ മലയാളത്തിൽ വന്നിട്ടില്ലാത്ത അധികം ആളുകൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരു ചെറിയ കൃതിയുടെ ഒരു പരിഭാഷ 1843 ചെറുപ്പക്കാരനായ ഇത്രയും താടി നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള മാർക്സിൻ്റെ പടത്തിലെ താടിയൊന്നുമില്ലാത്ത ചെറുപ്പക്കാരനായ മാർക്സ് എഴുതിയിട്ടുള്ള ജൂത പ്രശ്നത്തെക്കുറിച്ചെന്ന് പറയുന്ന കൃതിയുടെ ഒരു പരിഭാഷ പഠനങ്ങൾ സഹിതം വരുന്നുണ്ട്. കാരണം എന്താ ചോദിച്ചാൽ ഒരു ഇടതുപക്ഷക്കാരൻ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഒരു മന്ത്രി പറയാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഇന്ത്യയിൽ 1-ാം സ്ഥാനം ഞങ്ങൾക്കാണെന്ന്. നിങ്ങളുടെ ഈ പറയുന്ന സംഗതി, നിങ്ങളുടെ കമ്മ്യൂണിസം, നിങ്ങളുടെ ചുവന്ന കൊടി നിങ്ങൾ കൊണ്ടുപോയി ചുട്ടുകളയും. അതാണ് ഈസ് ഓഫ് ഡൂയിങ്. അതിനെക്കുറിച്ചാണ് ജോ ബൈഡൻ ഈ പശ്ചാത്താപമെങ്കിലും ഉണ്ട്. അതാണ് പ്രശ്നം. ജോ ബൈഡൻ ഇങ്ങനൊരു പശ്ചാത്താപമുണ്ട്. ഈ പറയുന്ന ഈ ഒലിഗാർക്കി വരുന്നുണ്ടെന്നുള്ള ഭയമുണ്ട് എനിക്ക്. ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് എന്ന് മറ്റു പറഞ്ഞു നടക്കുന്ന ആൾ ഒലിഗാർക്കിയുടെ നടത്തിപ്പുകാരായി തീരുകയും സ്വയം ഒലിഗാർക്കുകളായി തീർന്നുകൊണ്ടിരിക്കുന്നൊരു ചിത്രമാണ് നമ്മൾ കാണുന്നത്. അതാണ് പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ സമയത്ത് അപ്പോൾ അതാണ് നിങ്ങൾക്ക് എങ്ങനെ ഒരു യുദ്ധം ചെയ്യാതിരിക്കാനാവുമെന്നുള്ള ചോദ്യമുണ്ട്. എന്തിനാണ് രാത്രികളിലൊക്കെ ടെലിവിഷൻ ചാനലിൽ പോകുന്നത് എന്ന ചോദ്യം ഞാൻ എല്ലായ്പ്പോഴും നേരിടാറുണ്ട്. അതൊരു ലഘുവായ പ്രവർത്തനമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം നിങ്ങൾ എങ്ങനെയാണ് ഈ അവസ്ഥയെ എങ്ങനെയാണ് നിങ്ങൾക്ക് നിശബ്ദനായിരിക്കാനാവുക എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇങ്ങനെ നുണകൾ മാത്രം കേട്ടുകൊണ്ടിരിക്കുന്നൊരു സ്ഥലം അങ്ങനെയാണ്. സാധാരണ പറയാറുണ്ട് ഈ ജീവിതം ഇപ്പോൾ ഫ്രെഡറിക് ജെയിംസൺ അടക്കാലത്ത് എഴുതിയിട്ടുള്ള അത്രയൊന്നും പ്രസിദ്ധമല്ലാത്തൊരു പുസ്തകമുണ്ട്, മീനിങ് ഓഫ് ലൈഫ് എന്നാണ് ആ പുസ്തകം. ചെറിയ പുസ്തകമാണ്, വായിക്കേണ്ടതാണ്. ജെയിംസന്റെ മാർക്സിസ്റ്റുകളെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളൊക്കെ വായിക്കേണ്ടതാണ് ജെയിംസന്റെ പുസ്തകം. ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് എന്നതാണ് അദ്ദേഹം അന്വേഷിക്കുന്നത് മാർക്സിസ്റ്റായ വഴിയിൽ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. മരിച്ചു പോകുമ്പോഴാണ് അതാണ് തീരുന്ന ഒരു സ്ഥലമുണ്ട് മരണം എന്ന് പറയുന്നത്. അതിൻ്റെ സത്യങ്ങൾ പോലും ലഭ്യമല്ല നമ്മുടെ നാട്ടിൽ. അതാണ് ഈ പറയുന്ന നവീൻ ബാബുവിൻ്റെ പ്രശ്നം എന്നൊക്കെ പറയുന്നത്. ഒരാളെങ്ങനെയാണ് മരിച്ചു പോയതെന്നെങ്കിലും അറിയണ്ടേ? അത് വളരെ പ്രധാനപ്പെട്ട സംസ്കാരത്തിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യമാണ്. നാഗരികതയുടെ ഈ 21-ാം നൂറ്റാണ്ടിൻ്റെ ഈ 3-ാം ദശകത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത്രയേറെ ഒരു വളരെ പ്രാകൃതമായൊരു വ്യവസ്ഥയാണ് കേരളത്തിൽ നിൽക്കുന്നത്. നമുക്കൊന്നിനും കുറവില്ല. നമുക്ക് ബുദ്ധിജീവികൾക്കും എല്ലാവർക്കും യാതൊരു പഞ്ഞവുമില്ല കേരളത്തിൽ. പക്ഷേ ഈ സത്യം എന്ന് പറയുന്നൊരു കാര്യം എങ്ങനെയാണ് ആവിഷ്കരിക്കപ്പെടുക, അറിയുക എന്നതൊരു വലിയ പ്രശ്നമായി തീർന്നിരിക്കുകയാണ് കേരളത്തിൽ. ഇപ്പോൾ അതാണ് ഇപ്പോൾ ഈ പറയുന്ന ഇന്നലെയാണ് ഞാൻ ദീർഘപ്രസംഗിക്കാനൊന്നും പുറപ്പെടുകയില്ല. ഇപ്പോൾ ഒരു സമാധി ഉണ്ടായിട്ടുണ്ട് 2 ദിവസം മുമ്പിൽ. അത് നമുക്കതിനെ കളിയാക്കാം. പക്ഷേ നിങ്ങൾ സമാധിയുടെ പ്രശ്നത്തെ ഞാനിത് കുറേ പഠിച്ച ഒരാളാണ് ഇന്ത്യൻ പാരമ്പര്യത്തെക്കുറിച്ച്. അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ യോഗയാണ് സർവ്വരോഗ സംഹാരി എന്ന് പറയുക, യോഗയുടെ ദിവസം ആചരിക്കുക, ആ യോഗ ആചരണത്തിന് മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും നേതൃത്വം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമാധി അംഗീകരിക്കണം. കാരണം യോഗ പദ്ധതിയുടെ അവിഭാജ്യ ഭാഗമായിട്ടുള്ളൊരു ഘടകമാണ് സമാധി എന്നുള്ളത്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി 8 അംഗങ്ങളാണ് യോഗക്കുള്ളത്. ആണ് പിന്നെ എങ്ങനെ നിങ്ങൾക്ക് സമാധി അംഗീകരിക്കാതിരിക്കാൻ പറ്റുക? അതാണ് യമം, നിയമം. അതാണ് പതഞ്ജലിയാണല്ലോ ഈ യോഗ പദ്ധതി ഉണ്ടാക്കുന്നത്. ഒരു പഴയ ഇന്ത്യൻ പദ്ധതിയാണ്. ഈ ദേവിപ്രസാദ് ചതോപാധ്യായപ്പോലുള്ള പഴയ മാർക്സിസ്റ്റ് ചരിത്രകാര ഭാഷയിൽ ഏറ്റവും പിന്തിരിപ്പനായ ഒരു ഇന്ത്യൻ ദർശന പദ്ധതിയാണ് യോഗ എന്ന് പറയുന്നത്. യോഗയ്ക്ക് 8 അംഗങ്ങളുണ്ട്. യമം, നിയമം, ആസനം. ആസനമാണ് ലോകം മുഴുവൻ പ്രചരിപ്പിക്കപ്പെടുന്നത്. യോഗാസനം ചെയ്തിട്ടാണ് നമ്മുടെയൊക്കെ ആരോഗ്യം നന്നായിരിക്കുന്നതാണ്. ശ്രീനാരായണ ഗുരുവിന് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ മോശമായിരുന്നു യോഗാസനങ്ങളെക്കുറിച്ചുള്ള ഗുരുവിൻ്റെ അഭിപ്രായം. അതാണ് അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് ശോധനയൊക്കെ കൊള്ളാം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണമായിരുന്നത്. നല്ല വ്യായാമമാണ്. എയറോബിക്സ് ചെയ്താലും മതി. അതാണ് യോഗ ചെയ്താൽ മാത്രമല്ല വ്യായാമമാകും. എയറോബിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഈ ഒരു കലയുടെ ഉള്ളടക്കം നൃത്തച്ചുവടുകൾ കൂടി വരും അതിൻ്റെ അകത്ത്. അതുകൊണ്ട് നിങ്ങൾ ശരീരം നന്നാക്കാൻ യോഗ ചെയ്യണോ എയറോബിക്സ് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇക്കാലത്ത് ഒരാൾ എയറോബിക്സ് ചെയ്യുന്നതാണ് നല്ലതെന്ന് മറുപടി പറയുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുക. പക്ഷെ നിങ്ങൾ യോഗയുടെ പ്രചാരകന്മാരാകുന്നു. യോഗയുടെ അറ്റം എന്ന് പറയുന്നത് യമത്തിൽ തുടങ്ങിയാൽ സമാധിയിലാണ് തീരേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നെയ്യാറ്റിൻകരയിലെ സമാധി അംഗീകരിക്കേണ്ടി വരും. അതാണ് പ്രശ്നം. ഇതാണ് സത്യം, ഇതാണ് വാസ്തവം. വേറെ മാർഗമൊന്നുമില്ല. അതാണ്. അല്ലാതെ
അതാണ് ഒരു നാട്ടിലെ മുഖ്യമന്ത്രി തൊട്ടുള്ള ആളുകൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPMകാർ എല്ലാ സ്ഥലത്തും യോഗ സ്കൂളുകളും സംവിധാനങ്ങളും നടത്തിക്കൊണ്ടിരിക്കും. അതാണ് നിങ്ങളുടെ ആരോഗ്യം നന്നാക്കാം. യോഗ ചിത്തവൃത്തി നിരോധ എന്നാണ് പറയുക. ഇതാണ് ടെൻഷനൊന്നും വേണ്ടതാണ്. പാവം മാർസിനെ നോക്ക്, എന്തൊരു കഷ്ടമാണ് അയാളുടെ. ഇതാണ് ഈ പറയുന്ന നിങ്ങൾ മാനസിക സംഘർഷങ്ങളൊക്കെ ഇല്ലാതാക്കാനാണ് യോഗ എന്നാണല്ലോ വാഗ്ദാനം. മാനസിക സംഘർഷം ഉണ്ടായാൽ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് മാർസിസത്തിന് നിലനിൽക്കാൻ പറ്റുക? ഈ മാർക്സ് എന്ന് പറയുന്ന ഈ കക്ഷി തന്നെ ഈ ചെറിയ വയസ്സിൽ എഴുതി കൂട്ടിയതാണ് ഈ സാധനം. അതാണ് അജിത് നരിക്കുനി എന്ന് പറയുന്ന ഒരാളുണ്ട്. ഞാൻ ഇന്നാണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടത്. വാസ്തവത്തിൽ കേട്ടിട്ടേ ഉള്ളൂ. വലിയ ബഹുമാനം അർഹിക്കുന്നൊരു മനുഷ്യനാണ്. കാരണം എന്താ ചോദിച്ചാൽ 1844 മാർക്സിൻ്റെ കൃതി, വാസ്തവത്തിൽ മാർക്സിനെ ഒരു ഫിലോസഫറായിട്ടുള്ള വലിയ തത്വചിന്തനാക്കുന്ന ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ കൃതിയും പ്രധാനപ്പെട്ട കൃതി 1844 എക്കണോമിക് ആൻഡ് ഫിലോസോഫിക്കൽ മാനുസ്ക്രിപ്റ്റ്സാണ്. അതിനൊരു പരിഭാഷയൊക്കെ മലയാളത്തിൽ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ വളരെ കഷ്ടമായിട്ടുള്ള കാര്യമാണ്. കാരണം ഒന്നിനും വഴങ്ങാത്തൊരു ഭാഷയാണത്. അപ്പോൾ അജിത്താണത് മലയാളത്തിലാക്കിയത് അടുത്ത കാലത്ത്, കഴിഞ്ഞ 1-2 വർഷത്തിനുള്ളിലാണെന്ന് തോന്നുന്നു. അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്. മലയാളികൾക്ക് അധികം പരിചയമില്ലാത്ത കൃതിയാണ്. ഈ മാർക്സിന് 1844 എന്ന് പറഞ്ഞാൽ ചെറിയ വയസ്സിൽ വേറെ പണിയുണ്ടായിരുന്നില്ലേ? ഈ അദ്ദേഹത്തിന് ഈ ചിത്തവൃത്തിയൊക്കെ നിരോധിച്ചിട്ട് വളരെ സമാധാനത്തിൽ ടെൻഷനൊന്നുമില്ലാതെ കഴിഞ്ഞുകൂടായിരുന്നു. പാവം ഇതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് 1800 അജിത്ത് അവിടെ നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അജിത്ത് നോക്ക്, 1844 കുറിപ്പുകൾ വായിച്ചു കഴിഞ്ഞാൽ എന്ത് കഷ്ടമായിരിക്കും ആ മനുഷ്യൻ അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി പെട്ടിട്ടാകുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടി വരും. അങ്ങനെ വിചിത്രമായൊരു സാഹചര്യത്തിലാണ് ജീവിക്കേണ്ടി വരുന്ന ഒരു ഗതികെട്ട ജനവിഭാഗമാണ് മലയാളി. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ നടുവിൽ ഈ അംബികയും കുറച്ച് ആളുകളും ചേർന്നിട്ട് ഇങ്ങനെ ഒരു സാഹസം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനിത് എപ്പോഴും ഞാൻ വളരെ അധികമൊന്നും പ്രസംഗിക്കാത്ത ഒരാളാണ്. ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഈ മറുവാക്കിനെ കുറിച്ച് ഞാൻ പറയാറുണ്ട്. അതിലൊരു വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നവും കൂടിയുണ്ട്. അതിൻ്റെ പത്രാധിപയാണ്. അതിലൊരു പത്രാധിപരല്ല ഉള്ളത്, ഒരു പത്രാധിപയാണ് ഉള്ളത്. ഒരു സ്ത്രീ പത്രാധിപരായിരിക്കുന്ന ഒരു സ്ഥലവും ഇല്ല കേരളത്തിൽ. അതാണ് ഈ പത്രപ്രവർത്തകർ, അതാണ് ഈ ഒരു വലിയ പത്രപ്രവർത്തകനാണല്ലോ ഇതിൻ്റെ അധ്യക്ഷൻ. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലൊരു സ്ത്രീ പത്രാധിപി ഇല്ലാത്തത്? എന്താണ്, ഒരു പെണ്ണുങ്ങൾ പത്രാധിപയായാലും എന്തെങ്കിലും സംഭവിക്കുമോ? മഹാപുരോഗമന സ്ഥലമല്ലേ കേരളം. അതാണ് അതാണ് ഇത്ര ഭയങ്കരമായൊരു കേരളം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നാണം തോന്നണം ഈ നാടിനെക്കുറിച്ച്. ഒരു സ്ത്രീ പത്രാധിപി ഇല്ലാത്ത പഴയ പതിറ്റാണ്ടുകളിൽ ഇതുണ്ടായിരുന്നു കേരളത്തിൽ. വളരെ പ്രധാനപ്പെട്ട ചിലതിൻ്റെയൊക്കെ മാസികകളൊക്കെ എഡിറ്റർമാരായിട്ട് സ്ത്രീകൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വനിതാ വിമോചനമൊക്കെ ഏതാണ്ട് പൂർണ്ണമായിട്ടുണ്ടെന്നാണ് പറയുന്നത്, ഇല്ലേ ടീച്ചറെ? ഏതാണ്ട് പൂർണ്ണമായിട്ട് സ്ത്രീ മോചനമൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു വനിതാ പത്രാധിപി ഇല്ല. അതുകൊണ്ടാണ് എനിക്ക് അംബികയോട് വളരെ സ്നേഹം ബഹുമാനമൊക്കെ ഉള്ളത്. അതുകൊണ്ടാണ് അവരാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഒരു സ്ത്രീക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ എന്നും വരാം. അതാണ്, ഒരു സ്ത്രീക്ക് ഇത്രയും സാഹസികയാകാൻ കഴിയും. ഒരു പുരുഷന് ഒരുപാട് അതാണ് നമ്മളെ പുരുഷന്മാരുടെ എല്ലാം ഒരു പ്രധാന പ്രശ്നം, അവർ ഭയങ്കര പ്രായോഗിക മതികളാണെന്നുള്ളതാണ്. അത്രയും പ്രായോഗിക മതികളാണെങ്കിൽ അവരെ കൊണ്ട് ലോകത്തിന് ഒരു ആവശ്യമില്ല എന്നാണ് എൻ്റെ അർത്ഥം. നിങ്ങൾ ഒരുപാട് പ്രായോഗിക മതിയാണെങ്കിൽ പിന്നെ അങ്ങനെ ഒരാളെ കൊണ്ട് ലോകത്തിനൊരു ആവശ്യം ഉണ്ടാവാനിടയില്ല. അവനവന് ആവശ്യം ഉണ്ടാവും, ലോകത്തിന് ആവശ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് അംബിക തീരെ പ്രായോഗിക മതിയല്ല എന്നുള്ളത് കൊണ്ടാണ് അവർ ഈ സാഹസങ്ങളിലൊക്കെ ഏർപ്പെടാൻ ഇടവരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ സാഹസം തുടർന്നുകൊണ്ടിരിക്കട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. മാർക്സിൻ്റെ കൃതി എന്തായാലും നിങ്ങളൊക്കെ വാങ്ങി വായിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം മാർക്സിനെ ഇങ്ങനെ വായിക്കാറുണ്ട്. ആദ്യകാല മാർക്സ്, യുവ മാർക്സ്, പിൽക്കാല മാർക്സ്, അക്കാലത്ത് മാർക്സിസ്റ്റ് ആയിരുന്നോ എന്നും മറ്റുള്ള തർക്കങ്ങളുണ്ട്. പക്ഷേ എനിക്കറിയാവുന്നിടത്തോളം 1844 മാർക്സിനെ നിങ്ങൾ റദ്ദ് ചെയ്താൽ പിന്നെ മാർക്സിസവും ഇല്ല മാർക്സും ഇല്ല എന്നിടത്തോളം കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് 1843 ഈ കൃതിയൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മാർക്സിൻ്റെ പുസ്തകമൊക്കെ നിങ്ങൾ വായിക്കണം. മറുവാക്കിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ വാങ്ങുകയും മറുവാക്ക് വാങ്ങിക്കുകയും അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യണം. സത്യം പറയാനുള്ള ഇത്തരം വിനീതമായ ശ്രമങ്ങൾ ചെറുതെങ്കിലുമായിട്ട് നമ്മുടെ നാട്ടിൽ ബാക്കി വേണം. കേരളത്തിലെ ഈ വിമതന്മാർ എന്ന് പറയുന്നവരെ കുറിച്ചുകൂടി ഒറ്റ വാക്ക് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. കേരളത്തിലെ വിമതത്വത്തെന്ന് പറയുന്ന കാര്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരസ്പരം എങ്ങനെയാണ് തമ്മിലടിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട അന്വേഷണ വിഷയം. എങ്ങനെയാണ് പരസ്പരം തമ്മിലടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയല്ല വേണ്ടത്.
പരസ്പരം എങ്ങനെയാണ് അതിനെക്കുറിച്ചാണ് നേരത്തെ ഹരി പറഞ്ഞപ്പോൾ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ യോജിപ്പിൻ്റെ മേഖലകൾ കണ്ടെത്തുക വേണ്ടത്, അല്ലാതെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ വിയോജിക്കാൻ പറ്റും, അതൊരു മലയാളി പദ്ധതിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മലയാളികൾക്ക് ഈ പറയുന്ന എങ്ങനെയാണ് യോജിക്കാതിരിക്കുക എന്ന കാര്യത്തിൽ ഒരു വലിയ ആണ് ഈ പറയുന്ന ഒരു വലിയ ബിരുദാനന്തര ബിരുദമൊക്കെ നേടിയിട്ടുള്ള ഒരു ജനതയാണ് മലയാളി. അതുകൊണ്ട് യോജിപ്പിൻ്റെ മേഖല കണ്ടെത്താതിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ വിമതത്വത്തിൻ്റെ മേഖലകളെക്കുറിച്ചൊക്കെ പലപ്പോഴും കേൾക്കുമ്പോൾ ഒരുപാട് അനാവശ്യമായ ശണ്ഠകളും കലഹങ്ങളുമാണ് കേൾക്കുന്നത്. അപ്പോൾ അക്കാര്യത്തിലും മറുവാക്ക് തീർച്ചയായിട്ടും ഒരു മാതൃകയാണ്. ഇത്തരം സ്ഥലങ്ങളെങ്കിലും ബാക്കി നിൽക്കുന്നില്ലെങ്കിൽ നമുക്ക് കേരളത്തിൽ ജീവിക്കുക വളരെ പ്രയാസമായിരിക്കുന്നതാണ്. എനിക്ക് മിക്കവാറും ദിവസങ്ങളിൽ ഇടവിട്ട ദിവസങ്ങളിൽ വിളിച്ചിട്ട് എങ്ങനെയാണ് ഈ നാട്ടിൽ കഴിഞ്ഞുകൂടുക എന്ന് പറയുന്ന ഒരു പഴയ കവി സുഹൃത്തുണ്ട് എനിക്ക്. അദ്ദേഹം എന്നോട് എപ്പോഴും പറയാം, രാത്രി വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറയുക, എന്തൊരു കഷ്ടമാണ് ഒരു ദിവസം പോലും. സത്യത്തിൽ അതാണ് പറയുന്നത്, മനുഷ്യ സ്നേഹം ഉള്ളിലുള്ള ഒരു മനുഷ്യന് ജീവിക്കാൻ കൊള്ളുന്ന ഒരു സ്ഥലമല്ലാതായിട്ട് കേരളം മാറിയിട്ടുണ്ട്. എന്താണ് ഓരോ ദിവസവും ഈ നാട്ടിൽ നടക്കുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നത് ഓരോ ദിവസവും. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും നമ്മൾ കരുതുന്ന ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങൾ പോലും ഇതിനേക്കാളൊക്കെ വളരെ ഭേദമാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും തന്നെ സംസാരിച്ചിട്ട് കുറച്ച് അധികം സമയമായി. മറുവാക്ക് തുടരട്ടെ, മറുവാക്കിനെ പിന്തുണക്കാൻ ഇതിൽ വളരെ നിറഞ്ഞ സദസ്സുണ്ട്. ഇത്രയൊക്കെ ആളുകൾ ഇവിടെ ഉണ്ടാകുമെന്നൊന്നും പ്രതീക്ഷിച്ച് വന്ന ഒരാളല്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് മറുവാക്ക് തുടരണം, മറുവാക്കിനെ പിന്തുണക്കണം. മറുവാക്കിൽ വരുന്ന എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം ആരും ഏറ്റെടുക്കേണ്ടതില്ല. മറുവാക്കിൽ വരുന്ന എല്ലാ കാര്യങ്ങളോടും എനിക്കും യോജിപ്പുണ്ടാവാറില്ല. അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വാസ്തവത്തിൽ നിങ്ങൾ എഴുതപ്പെടുന്ന എല്ലാ വാക്കും അംഗീകരിച്ചിട്ട് മാത്രമേ ഒരു പ്രസിദ്ധീകരണത്തെ അംഗീകരിക്കുമെന്നൊക്കെ വിചാരിക്കുന്നതിനേക്കാൾ വലിയ ജനാധിപത്യ വിരുദ്ധതയും സംസ്കാര വിരുദ്ധതയും വേറെ ഉണ്ടാവാനിടയില്ല. അപ്പോൾ അതുകൊണ്ട് മറുവാക്ക് നിലനിൽക്കുകയും വളരുകയും ചെയ്യട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എന്നെ ഇങ്ങനെ ഒരു 2 പതിറ്റാണ്ടിന് ശേഷം ഒരു ഗ്രന്ഥകാരനാക്കിയ മറുവാക്കിന് അതിനോടുള്ള കൃതജ്ഞത കൂടി. അങ്ങനെ ഒരു പുസ്തകം ഇനി നാട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഒരു ഔപചാരികമായ കൃതജ്ഞതയും കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കും. ഇനി മറുവാക്കിൻ്റെ 10ാം വാർഷിക ലക്കമാണ്. അതിൻ്റെ പ്രകാശനം നിർവഹിക്കുന്നത് വളരെ പ്രശസ്തനായിട്ടുള്ള മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ ജമാൽ കൊച്ചങ്ങാടിയാണ്. അത് സ്വീകരിക്കുന്നത് സാമൂഹിക പ്രവർത്തകനായിട്ടുള്ള കെ സുരേന്ദ്രനാണ്. രണ്ടുപേരെയും ക്ഷണിക്കുന്നു. ജമാൽക്ക സംസാരിക്കും. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ സംസാരിക്കാൻ വന്നതല്ല. അംബികയും ബാബുരാജും എൻ്റെ സഹപ്രവർത്തകരായിരുന്നു. തേജസ്സിൽ ഞങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്തവരാണ്. എനിക്ക് തന്നെ അത്ഭുതം തോന്നാറുണ്ട്. ഈ പ്രിൻ്റ് മീഡിയ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഈ ഇത്രയും അശു എന്ന് പറഞ്ഞ കാണാൻ ഇത്രയല്ലല്ലോ അംബിക. എന്തൊരു ഇച്ഛാശക്തിയോടുകൂടിയാണ് ഈ 10 കൊല്ലം പിടിച്ചിരുന്നതെന്ന് ആലോചിക്കുമ്പോഴേ ഒരു നല്ല അപ്ലാസ് കൊടുക്കണം അവർക്ക്. അത് അവർ രണ്ടുപേരും, ബാബുരാജ് എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആളാണ് എൻ്റെ തൊട്ട്. അപ്പോൾ എനിക്ക് വളരെ കാലത്തെ പരിചയമുണ്ട്. അമ്പയെ കണ്ടാൽ ഇങ്ങനെ തോന്നില്ലല്ലോ. ഇത്രയും വലിയ ഒരു ആത്മവീര്യത്തോടുകൂടി 10 വർഷം മാസികയെങ്കിൽ മാസിക, ഒരു മാസികയാണ്, പക്ഷേ മറുവാക്കാണ്. അപ്പോൾ ഞാൻ ഈ ഫേസ്ബുക്കിൽ ഒരു വരി എഴുതിയിരുന്നു, സ്ലോഗൻ വെറും വാക്കല്ല മറുവാക്കാണെന്ന്. അതാണ് ഇതിൻ്റെ ഒരു സ്ലോഗൻ. അത് തന്നെയാണ് ഇതിൻ്റെ പ്രാധാന്യവും ഇത് നിലനിൽക്കേണ്ട ആവശ്യകതയും. എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, ഈ മറുവാക്കിൻ്റെ ആദ്യ ലക്കത്തിൽ എഴുതാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അന്ന്
എൻ്റെ സ്നേഹിതനായിട്ടുള്ള ഹരിഹരൻ എന്നോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു ലേഖനം എഴുതി കൊടുക്കുകയും കുറേ കാലം കഴിഞ്ഞിട്ടും അതിൻ്റെ യാതൊരു വിവരവും ഇല്ലാതിരിക്കുകയും ചെയ്തപ്പോഴാണ് പത്രത്തിൽ വാർത്ത കാണുന്നത് മറുവാക്ക് എന്ന് പറയുന്ന മാസിക ഇങ്ങനെ ആറളത്ത് വെച്ച് പ്രകാശനം ചെയ്യപ്പെട്ടു എന്ന്. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കുക എന്നുള്ള രീതിയിൽ സഹകരിക്കുന്നതാണ്. അപ്പം ഞാൻ ഈ ഘട്ടത്തിൽ ആലോചിക്കുന്നൊരു കാര്യം, വയനാട്ടിൽ ഒരു സോമൻ എന്നൊരു പത്രാധിപരുണ്ടായിരുന്നു. സോമൻ ഞായറാഴ്ച പത്രം എന്ന് പറഞ്ഞ ഞായറാഴ്ചകളിൽ ഇറങ്ങുന്ന ഒരു പത്രം പ്രസിദ്ധീകരിച്ച് സ്വന്തമായിട്ട് തന്നെ അച്ചടിക്കുകയും വിതരണം ചെയ്യുകയും വിൽക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ സോമൻ വയനാട്ടിൽ നിന്ന് അവസാനമായിട്ട് ഇടപെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് ബാബുവിൻ്റെ പ്രശ്നത്തിലാണ്. ബാബു എന്ന് പറയുന്നത് ബത്തേരിക്കടുത്ത് കുപ്പാടി എന്നുള്ള സ്ഥലത്തുള്ള വെള്ളപ്പാട്ട് കോളനിയിലെ ഒരു ആദിവാസി യുവാവാണ്. ഈ ആദിവാസി യുവാവിനെ അവിടെയുള്ള ഒരു പുരോഹിതൻ കുറച്ച് ചോറ് മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയായിരുന്ന ബാബുവിനെതിരെ കേസ് കൊടുക്കുകയാണ്. അങ്ങനെ കേസ് കൊടുത്തതോടുകൂടി പോലീസുകാർ വന്ന് അന്വേഷിച്ചപ്പോൾ ഈ കുട്ടികളായിട്ടുള്ള വയനാട്ടിലെ ഏറ്റവും അധസ്ഥിതരായ ആദിവാസി വിഭാഗമായ പണിയരുടെ കൂട്ടത്തിൽ നിന്ന് വരുന്ന ഒരു ആളാണ് ഈ ബാബു. അപ്പോൾ ബാബുവും അദ്ദേഹത്തിൻ്റെ സഹപാഠിയായിട്ടുള്ള ഒരു മൂച്ചയും കൂടി അവർ പോലീസിനെ പേടിച്ച് നാട് വിട്ടു പോവുകയുണ്ടായത്. അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ആണ് ഈ ബാബു തിരിച്ചു വരികയും അയാൾ വിവാഹിതനാവുകയും അദ്ദേഹത്തിന് കുട്ടികളുണ്ടാവുകയും ഒക്കെ ചെയ്ത ഈ സമയത്ത് ഈ പുരോഹിതൻ നൽകിയ ഈ കേസിനെ തുടർന്ന് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി ജയിലിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മളെല്ലാവരും ഇതിലിടപെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബാബുവിനെ ജയിൽ മോചിതനാക്കാനും അതുപോലുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് മാവോയിസ്റ്റ് വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ഈ പുരോഹിതൻ്റെ വീട് തല്ലി തകർക്കുകയുണ്ടായി. അപ്പോൾ അന്ന് ഈ പത്രാധിപരായ ഞായറാഴ്ച പത്രത്തിൻ്റെ പത്രാധിപരായ സോമനും ഈ ആക്ഷനിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടുകൂടി പത്രമൊക്കെ നിർത്തിയിട്ട് സോമൻ കാട് കയറുകയാണ്. എന്തോ ഭാഗ്യത്തിന് ഇപ്പോൾ ഒരു 2 മാസം മുമ്പ് പിണറായിയുടെ തോക്കിനിരയാവാതെ ഈ സോമൻ അറസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. എന്തായാലും സോമൻ ഇനി ജീവിതാന്ത്യം വരെ ഈ UAPA തടവുകാരനായി ജയിലിൽ കഴിയുകയാണെങ്കിലും ജീവനോടെ ഉണ്ടല്ലോ എന്നുള്ള ഒരു ആഹ്ലാദമാണ് എനിക്കുള്ളത്. ഇപ്പോഴായതുകൊണ്ടാണ് എനിക്ക് ഈ കാര്യം പറയാൻ തന്നെ പറ്റുന്നത്. അതല്ലെങ്കിൽ ഈ UAPA ഒക്കെയുടെ വകുപ്പ് പ്രകാരം വേണമെങ്കിൽ ഈ കാര്യം പറഞ്ഞാൽ മതി, ഞാനൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടാം. അത്രയും ഭീഷണമായ ഒരു കാലഘട്ടത്തിലാണ്, നേരത്തെ ഉമേഷ് ബാബു ഒക്കെ പറഞ്ഞതുപോലെ, അങ്ങനെയുള്ള ഒരു ഒലിഗാർക്കിയിൽ ഒരു ചക്രവർത്തിയുടെ ഭരണത്തിലാണ് നമ്മളിവിടെ കഴിഞ്ഞുകൂടുന്നത്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നേരത്തെ പറഞ്ഞ അംബികയെ പോലുള്ള, ഇപ്പോൾ കൊച്ചങ്ങാടി പറഞ്ഞതുപോലെ ഈ അശുവായിട്ടുള്ള ഒരു സ്ത്രീ 10 വർഷമായിട്ട് ഇങ്ങനെയൊരു പ്രസിദ്ധീകരണം നടത്തിക്കൊണ്ട് പോകുന്നത് എന്നുള്ളത് അപാരമായ ഒരു ആക്ടിവിസമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് എൻ്റെ ഈ അടുത്ത കാലത്ത് എൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം പറയുകയുണ്ടായി, ഞാനൊരു ആക്ടിവിസ്റ്റല്ല, മറിച്ച് ഞാനൊരു നിലപാടുള്ള ജേർണലിസ്റ്റാണെന്ന്. നമുക്കറിയാം, നിലപാടുള്ള ജേർണലിസ്റ്റുകൾ ഇല്ലാതെയായി പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്.
ഈ കാലഘട്ടത്തിലും ഇതുപോലെ ഒരു പ്രസിദ്ധീകരണം ഇത്രയും നാൾ തുടർന്നു കൊണ്ടുപോകാനും തുടർന്ന് നിലനിർത്താനും കഴിയുന്നു എന്നുള്ളത് ഒരുപക്ഷെ നേരത്തെ ഉമേഷ് ബാബു പറഞ്ഞതുപോലെ ഒരു സ്ത്രീ ആയതുകൊണ്ടായിരിക്കും അംബികയ്ക്ക് സാധിക്കുന്നത്. ഇതുവരെ ഞാൻ അംബികയുമായി സഹകരിച്ചതുപോലെ തുടർന്നും എൻ്റെ സഹകരണം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഈ 10ാം വർഷത്തിൽ പ്രത്യേകമായ അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഇനി ഈ പ്രസിദ്ധീകരണത്തിൻ്റെ 2 പ്രധാനപ്പെട്ട പ്രവർത്തകർക്ക് ഉപഹാര സമർപ്പണമാണ്. ആദ്യത്തെ ഉപഹാരം രേഖാചിത്രകാരി പ്രസന്ന ആര്യന് പ്രൊഫസർ കുസുമം ജോസഫ് നൽകും. 2 പേരെയും ക്ഷണിക്കുന്നു. കറക്റ്റല്ലേ? അങ്ങനെയല്ലേ? അടുത്തത് ഡിസൈനർ സതീഷ് ഉണ്ണികൃഷ്ണൻ. സതീഷില്ലേ ഇവിടെ? സതീഷ് ഉണ്ണികൃഷ്ണൻ വരുന്നുണ്ട്. അദ്ദേഹത്തിനുള്ള ഉപഹാരം ആർട്ടിസ്റ്റ് ചന്ദ്രശേഖർ സമർപ്പിക്കും. ചാൻസ്. ഓക്കെ, ടീച്ചർ സംസാരിക്കണം. ഒരു മിനിറ്റ്. ചന്ദ്രശേഖർ സംസാരിക്കൂലേ, അതുകൊണ്ടാണ് പുള്ളിക്ക് ആ പരിപാടി. വേദിയിലും സദസ്സിലുമുള്ള സുഹൃത്തുക്കളെ, ബഹുമാന്യരെ എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. ഉദ്ഘാടക പി ഗീത പറഞ്ഞത് മറുവാക്കൊരു സമരമാണ് എന്നാണ്. ആ സമരം തുടരട്ടെ. ഞങ്ങളെപ്പോലെയുള്ള ഈ പരിസ്ഥിതി പ്രവർത്തകരെ അധികാരത്തിലിരിക്കുന്ന ആളുകൾ സമരക്കാർ എന്നാണ് പരിഹസിക്കാറുള്ളത്. അത് കേന്ദ്ര സർക്കാരായാലും കേരള സർക്കാരായാലും സമരത്തിലെന്തോ വിശേഷിച്ച് അഭിരമിക്കുന്ന ഒരു കൂട്ടരായിട്ടാണ് പറയാറ്. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ സമരങ്ങളില്ലാത്ത വളരെ സുഖസുന്ദരമായി കാര്യങ്ങൾ നടന്നു പോകുന്ന ഒരു കാലമാണ്. ഒരു വിഷയത്തിലും ആരും സമരം ചെയ്യാത്ത അത്ര ഗതികെട്ട അടിമത്തത്തിൻ്റെ പാരമ്യത്തിലാണ് കേരളം നിലനിൽക്കുന്നത്. ഒരു വിഷയത്തിലും വിയോജിക്കാനുള്ള നട്ടലുള്ളവർ നമ്മുടെ നാട്ടിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്? എല്ലാവരും എം മുകുന്ദൻ്റെ ഈച്ചക്കോപ്പികളാണ്. എങ്ങനെയാണ് സർക്കാരിനോട് അനുകൂലിച്ച് നിൽക്കേണ്ടത്, സർക്കാർ പറയുന്നതിനെ ഏറാൻ മൂളേണ്ടത് എന്നാണ് ഓരോരുത്തരും ആലോചിക്കുന്നത്. ഇനി അല്ലെങ്കിൽ ഭരണകൂടത്തിന് അപ്രിയമുണ്ടാക്കുന്നതൊന്നും പറയാതിരിക്കുക, ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ രാജഭരണകാലത്ത് കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള സ്തുതിപ്പാണ് ഒരു ജനകീയ മുഖ്യമന്ത്രി ആസ്വദിച്ചിരുന്ന് കേൾക്കുന്നത്. അത് ആദ്യം ഒരു കൈകൊട്ടിക്കളിയായി വന്ന് അതൊരു സ്ത്രീകളുടെ കോമഡിയായി നമ്മൾ ധരിച്ചെങ്കിൽ ഇപ്പോഴത് സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്ത് പിരിഞ്ഞുപോയ ഒരാൾ തൻ്റെ രാജാവിനോടുള്ള ഭക്തിയാണ്. അയാളതിനെ വീണ്ടും വീണ്ടും ന്യായീകരിക്കുകയാണ്. അത്ര പിന്നെ അയാൾ അല്ല കുറ്റം പറയേണ്ടത്, അത് കേട്ടാസ്വദിച്ച് അഭിരമിച്ച് നിങ്ങൾക്കെന്താ അത് ഇഷ്ടമായില്ലേ എന്ന് ചോദിക്കുന്ന ആളെയാണ്. നിങ്ങൾക്കപ്പോൾ എന്നെ കുറ്റം പറയുന്നത് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ അല്ലേ, എന്നെ കുറച്ച് സ്തുതിച്ചോട്ടെ എന്ന്. ആ അവസ്ഥയിലേക്ക് അധികാരികൾ എത്തുന്നത് തീർച്ചയായും ആ അവസ്ഥയിലേക്ക് ജനം എത്തിയതുകൊണ്ട് തന്നെയാണ്. അല്ലാതെ ഒരധികാരിക്കും അങ്ങനെ ആവാൻ കഴിയില്ല. നമ്മൾ ജനങ്ങൾ, ഈ കേരളത്തിൽ താമസിക്കുന്ന മനുഷ്യർ, വോട്ടർമാർ അതേ സ്വഭാവമുള്ളവരാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സമരങ്ങൾ ഇല്ലാതെ പോകുന്നത്. ഇപ്പോൾ ഗീത നവീൻ ബാബുവിനെ പറ്റി പറഞ്ഞു. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പാലക്കാട് ജില്ലയിൽ വാളയാറിൽ 2 കുട്ടികൾ അവരുടെ ഏറ്റവും ചെറിയ ഷെഡ് പോലെയുള്ള ഒരു വീടിൻ്റെ ഈ ഉത്തരത്തിൽ തൂങ്ങി നിൽക്കുന്നതാണ് നമ്മൾ അറിയുന്നത്. അതിലൊരു കുട്ടിക്ക് 9 വയസ്സേ ഉള്ളൂ. 9 വയസ്സുള്ള കുട്ടിയുടെ ഉയരം കൊണ്ടുകൂടി ആ കുട്ടിക്ക് അവിടെ തൂങ്ങി നിൽക്കാൻ പറ്റില്ല. ഇനി എന്തു ഭയങ്കരമായ മാനസിക സംഘർഷം
എന്നിവർ പറഞ്ഞാലും, അങ്ങനെ മാനസിക സംഘർഷം വന്ന് അല്ലെങ്കിൽ ചേച്ചി മരിച്ചതിൽ ദുഃഖിതയായി അനിയത്തി കൂടി മരിക്കാം എന്ന് തീരുമാനിച്ചാലും അത് അസാധ്യമാണ്. അങ്ങനെ ആയിരിക്കെ CBI പറയുന്നു ഈ അമ്മ കുറ്റക്കാരിയാണ് എന്ന്. കേരളത്തിലെ സകല മാധ്യമങ്ങളും അത് ആഘോഷിച്ചു. നമ്മുടെ സോഷ്യൽ മീഡിയ അത് ഏറ്റവും അധികം ഗംഭീരമായി ആഘോഷിച്ചു. ഈ കേരളത്തിൽ അപൂർവം ആളുകൾ മാത്രമാണ് എവിടെയെങ്കിലും അതിനെതിരെ ഒന്ന് ശബ്ദിക്കാൻ തയ്യാറായത്. കൂട്ടായ ശബ്ദമുണ്ടായേയില്ല. കൂട്ടായ ശബ്ദം മുഴുവൻ വന്നത് ആ അമ്മയ്ക്ക് വേണ്ടി ഇതുവരെ പ്രവർത്തിച്ച ആളുകളുടെ അവർ ചെയ്തു പോയ എന്താ പറയണ്ടേ പരിമിതികളാണ്. അവർ ചെയ്തതിലെ കൈക്കുറ്റപ്പാടുകളാണ്. ചെയ്തതിൽ തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവുക. പക്ഷെ അപ്പോഴും ആലോചിക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഈ കുട്ടികൾ എങ്ങനെ മരിച്ചു എന്നുള്ളതിനെപ്പറ്റി ആർക്കും ആലോചനയില്ല. അല്ലെങ്കിൽ കുട്ടികൾ ഇങ്ങനെ മരണപ്പെട്ടാൽ CBI കണ്ടെത്തുന്നത് ശരിയാണോ? ഇത് ശരിയാവാൻ സാധ്യതയില്ല. അമ്മയെ പ്രതിയാക്കാൻ പാടില്ല. അതിനു മുന്നേയുള്ള ചരിത്രം നമുക്കറിയാം. അമ്മ തന്നെയാണ് പോലീസുകാരോട് പറയുന്നത്, ഇതാ ഇങ്ങനെ ഒരാൾ എൻ്റെ ബന്ധുവായ ഒരുവൻ എൻ്റെ മകളോട് മോശമായി പെരുമാറുന്നത് അച്ഛൻ കാണുകയും ഞങ്ങൾ അവരെ ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പറയൽ കഴിഞ്ഞതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ പൊതുബോധം ഈ അമ്മയെ ശിക്ഷിക്കാൻ, അമ്മ കുറ്റവാളിയാണ് എന്ന് ആഘോഷിക്കാൻ വല്ലാതെ ആവേശം കാണിക്കുന്നുണ്ട്. അത്തരത്തിൽ എന്താണോ ഭരണകൂടത്തിന്, അധികാരത്തിന്, സിസ്റ്റത്തിന് എന്താണോ ആവശ്യമുള്ളത്, സിസ്റ്റം എന്താണോ ഇഷ്ടപ്പെടുന്നത്, അത് പറയുന്ന ഒരു ശീലം നമ്മളിൽ വളർന്നു വരികയാണ്. അതുകൊണ്ട് കൂടിയാണ് ഒരിടത്തും ഒരു കാര്യത്തിലും പ്രതിഷേധമില്ലാത്തത്. നാഷണൽ ഹൈവേ നമ്മൾ ബോംബിട്ട് തകർത്തതിന് ശേഷം ഉണ്ടാക്കുന്നത് പോലെയാണ് കേരളത്തിൽ ഇപ്പോൾ കോഴിക്കോട് നിന്ന് അങ്ങോട്ട് നാഷണൽ ഹൈവേ പണിയുന്നത്. അത് കേരളത്തെ രണ്ടായി പകുത്തുകൊണ്ട് ഇങ്ങനെ കടന്നു പോവുകയാണ്. ഇന്നലെ വരെ അയൽവക്കക്കാരായിരുന്നവർ ഇനി ഒരു മണിക്കൂറൊക്കെ കഴിയണം അവർ തമ്മാമി കാണണമെങ്കിൽ. അപ്പോൾ അത്തരത്തിൽ ചെയ്യുമ്പോൾ ഇതിങ്ങനെ അല്ലല്ലോ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഇതിങ്ങനെ അല്ലാതെ കുറേ കൂടി മാന്യമായി ചെയ്തുകൂടെ? ലോകത്തെവിടെയെങ്കിലും ഹൈവേകൾ ഇങ്ങനെയാണോ പണിയുന്നത്? അഗാധ ഗർത്തത്തിലൂടെയാണോ ഉണ്ടാക്കേണ്ടത്? ഇടിച്ച് താഴ്ത്തിട്ടാണോ ഉണ്ടാക്കേണ്ടത് എന്ന് ചോദിക്കാൻ ധൈര്യമുള്ള ആളുകൾ, എന്ന് ചോദിക്കാൻ പ്രാപ്തിയുള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് എന്നെ സങ്കടപ്പെടുത്തുന്നത്. ഇങ്ങനെ നവീൻ ബാബുവും ഈ പെൺകുട്ടികളുമൊന്നുമല്ലാതെ എന്താ പറയേണ്ട, അടിക്കടി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. നമ്മൾ വിധേയരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ വിധേയരുടെ വലിയ സംഘമാണ് ഈ നാട്ടിലെ മാധ്യമങ്ങളും. അതിനിടയ്ക്കാണ് മറുവാക്ക് പോലെയുള്ള സംഗതികൾ ഉണ്ടാകുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അംബികയെയും അംബികയോടൊപ്പം നിൽക്കുന്ന എഡിറ്റോറിയൽ ബോർഡിനെയും അവരുടെ എല്ലാ സുഹൃത്തുക്കളെയും അഭ്യുദയകാംക്ഷികളെയും അഭിനന്ദിക്കുന്നു. പുസ്തകങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. മറുവാക്ക് പ്രസിദ്ധീകരിക്കുന്നതെന്ന് യാദൃശ്ചികമായി ഞാൻ അതുകൂടെ പറഞ്ഞിട്ട് നിർത്താം. ഞാൻ ട്രെയിനിൽ വരുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചു പരിചയപ്പെട്ട ഒരാൾ എന്നോട് ചോദിച്ചു, മറുവാക്കല്ലേ കണ്ണീർ മഠം എന്നൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നത്, അതിപ്പോൾ കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഞാൻ അംബികയെ കാണുമ്പോൾ ചോദിക്കാം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ റെയിൽവേയിൽ ബുക്ക് വയ്ക്കുന്ന നമ്മുടെ എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്, നൗഷാദ് അല്ല, റഫീഖ് വരികയും പുസ്തകങ്ങൾ അത് വേണോ ഇത് വേണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അയാൾ എന്നോട്, ഞാൻ ഈ മറുവാക്കിൻ്റെ പരിപാടിക്കാണെന്ന് പറഞ്ഞ ഉടനെ അയാൾ പറഞ്ഞു, ഞാൻ കണ്ണീർ മഠങ്ങൾ എന്നുള്ള പുസ്തകം ഒരു 5-6 എണ്ണം എടുത്തിരുന്നു, അത് വിറ്റുപോയി, ഇപ്പം അതുണ്ടോ എന്ന് അയാളും എന്നോട് ചോദിച്ചു. ഞാൻ അംബികയോട് പറഞ്ഞിട്ടുണ്ട്, മറുവാക്ക് വളരെ പ്രസക്തമായ പുസ്തകങ്ങളാണ് പ്രസിദ്ധീകരിക്കുന്നത്. മറുവാക്കിന് മാസികയ്ക്കും അതിൻ്റെ മറ്റു പ്രസിദ്ധീകരണങ്ങൾക്കും വായനക്കാരുണ്ടാവട്ടെ, വിജയമുണ്ടാവട്ടെ. എന്നെ കേട്ടതിന് നന്ദി, നമസ്കാരം. ആശംസാ പ്രസംഗങ്ങളാണ്. രമേശ് ചെന്നിത്തല തിരക്കുണ്ട്, അദ്ദേഹം ഒരു വാക്ക് സംസാരിച്ചു. ഞാൻ അവിടെ ഇരുന്നാൽ എന്നെ വിളിച്ചേക്കുന്നുള്ളത് കൊണ്ട് ഞാനിവിടെ ഇരിക്കുക, ഞാനിവിടെ ഉണ്ട്, വേറെ ആളുകളുണ്ടല്ലോ, അതുകൊണ്ട് എന്നെ വിളിക്കണ്ടെന്ന് പറഞ്ഞ് പോയതാ. ഓക്കെ, ഇതിൽ 10 വർഷമായി ഇതുപോലൊരു മാസിക കോഴിക്കോട്ട് ചെറിയൊരു 3-4 പേർക്ക് മാത്രം കസേരയിട്ട് ഒരു 5 പേർക്ക് മാന്യമായി ഇരിക്കാവുന്ന ഒരു റൂമിൽ ഒരാൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇത് തയ്യാറാക്കി മാസാമാസം
ഇത് പ്രസിദ്ധീകരിക്കപ്പെടുന്നു എന്ന് പറയുന്നത്, അങ്ങനെ കാണുന്നത് ഒരു വലിയ അത്ഭുതം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരത്തിലുള്ള സംഗതികളെല്ലാം ഒരു 5-6 മാസം ഒരു ആവേശത്തിൻ്റെ പുറത്തിറങ്ങി അത് പിന്നീട് നിലച്ചു പോകുന്നതായിട്ടാണ് കാണാറുള്ളത്. ഇതുപോലുള്ള പ്രസിദ്ധീകരണങ്ങൾ ഒരുപാട് കേരളത്തിൽ അങ്ങിങ്ങായി ചെറുതും വലുതുമായി വർഷങ്ങളായി പല കാലഘട്ടങ്ങളിൽ പല ഘട്ടങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതുപോലെ വളരെ ഊഷ്മളമായ നിലയിൽ തന്നെ സധൈര്യം ഇന്ന് സംഘപരിവാർ നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന അതുപോലുള്ള ഒരു കാലഘട്ടത്തിൽ വളരെ സജീവമായി വളരെ ശക്തമായി അതിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രസിദ്ധീകരണം 10ാമത്തെ വർഷവും ജീവിച്ചു പോകുന്നു, നിലനിന്ന് പോകുന്നു എന്ന് കാണുന്നത് വലിയ ഒരു സംഗതി തന്നെയാണ്. ഏറ്റവും 10ാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ ഒരു സമയത്ത് VT രാജശേഖരനെ ഏതാണ്ട് 80കളിൽ തന്നെ വളരെ സജീവമായി ഇന്ത്യയിലെ ഈ സവർണ ഫാസിസ്റ്റ് രീതിയെ അതിശക്തമായി വിമർശിക്കുകയും അതിന് ബദൽ എന്നുള്ള നിലയിൽ, അതിന് പരിഹാരം എന്നുള്ള നിലയിൽ അംബേദ്കറൈറ്റ് പ്രത്യയശാസ്ത്രത്തെ മുന്നിൽ നിർത്തുകയും അംബേദ്കറൈറ്റ് ചിന്താരീതിയെ മുൻനിർത്തുകയും ദലിത് വോയിസ് എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണത്തെ ഇന്ത്യയിലെ മർദ്ദിത ദേശീയതകളുടെ ഒരു ശബ്ദമായി അദ്ദേഹം ഉദ്ഘോഷിക്കുകയും ചെയ്തു. അത്തരത്തിലൊരു വലിയ മനുഷ്യൻ്റെ സവർണ ഫാസിസം എന്ന് ഇന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു ഫാഷനാണ്. ഇന്ന് സവർണ ഫാസിസം എന്ന് പ്രയോഗിക്കുകയും എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇന്ന് വലിയ വിപ്ലവകാരികളാണ്. പക്ഷേ 80കളിൽ ശ്രീ VT രാജശേഖർ ദലിത് വോയിസ് ആരംഭിക്കുന്ന ഒരു സമയത്ത് സവർണ ഫാസിസം എന്ന് പറയുന്നത് വളരെ കുറ്റകരമായ ഒരു പിന്തിരിപ്പൻ ആശയമായി വിവക്ഷിക്കപ്പെട്ടിരുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ സാഹചര്യമുണ്ടായിരുന്നു. ഒരുപക്ഷേ ഞാനടക്കമുള്ള ഒരു തലമുറയുടെ ഒരു യുവാക്കളായിരുന്ന സമയത്ത് 80കളുടെ അവസാനത്തിലൊക്കെ ജയ് ഭീം എന്ന് പറയുന്നത് എന്തോ ഒരു ജാതിവാദത്തിൻ്റെ ഒരു പ്രതിരൂപമായി കണ്ടിരുന്ന ഒരു സമയത്ത് അതിനെ വിമർശിച്ചിരുന്നവർ നിങ്ങൾ വളരെ വലിയ ജാതിവാദികളാണ്, നിങ്ങൾ വലിയ ജാതിവാദത്തിൻ്റെ അങ്ങേയറ്റത്തെ ഫണ്ടമെൻ്റലിസ്റ്റുകളാണ് എന്ന് പറഞ്ഞിരുന്ന ആളുകൾ ഇന്ന് 2025-ൽ രാജ്യമെമ്പാടും ഇറങ്ങി നിന്നുകൊണ്ട് ജയ് ഭീം വിളിക്കുന്നത് കാണുമ്പോൾ ഒരു വേള നമുക്ക് ഒരു ചിരി തോന്നുകയും, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ജനാധിപത്യത്തിന് സവർണ ഫാസിസത്തിനും ഇന്ത്യയിലെ ഈ സംഘപരിവാർ മതരാഷ്ട്രവാദത്തിനും ഹിന്ദുത്വവാദത്തിനും ബദലായി ഇന്നെടുത്ത് പ്രയോഗിക്കാൻ പറ്റുന്ന അതിൻ്റെ എതിർദിശയിൽ നിൽക്കുന്ന ഒരു ഐക്കണായി ജയ് ഭീം മാറുകയും ചെയ്ത ഒരു സാമൂഹ്യ സാഹചര്യമുണ്ട്, രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ആ അർത്ഥത്തിൽ ഇന്ന് ശ്രീ VT രാജശേഖരനെ സംബന്ധിച്ച് ഒരു വലിയ ഒരു എഡിഷൻ തന്നെ അതാക്കി മാറ്റിയ, ഇതിനകത്ത് ഞാനും ഒരു കുറിപ്പ് കൊടുക്കാം എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ പല കാരണങ്ങളാൽ സമയപരിമിതി തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം, വന്നില്ല. എങ്കിൽ പോലും ഈ VT രാജശേഖരനെ സംബന്ധിച്ച് ഈ 10ാമത്തെ വർഷത്തിൽ ഈ പതിപ്പ് ഇറങ്ങിയത് എന്തുകൊണ്ടും വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ കാണുന്നത്. സഹോദരി അംബിക അടക്കമുള്ള അവരുടെ ടീമിനും ഇത് വളരെ വലിയ അളവിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഭീം, ജയ് ഭാരത്. രേഖാചിത്രകാരി പ്രസന്ന ആര്യൻ 2 വാക്ക് സംസാരിക്കും. ഞാൻ എന്താ പറയുക, അംബികയുടെ ഈ സാഹസികത കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയമാണ്. ഞങ്ങളുടെ കുട്ടിയാണ് അംബിക. സത്യം പറഞ്ഞാൽ നല്ല ഭയം തോന്നാറുണ്ട്. എന്തു തന്നെ ആയാലും മുമ്പോട്ട് പോകട്ടെ. ഞാൻ പ്രാസംഗികയല്ല, 2 ചെറിയ കവിതകൾ ചൊല്ലി നിർത്താം.
മീശ മുളച്ച വീട്. മീശ മുളച്ച വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും എല്ലാവർക്കും. എത്ര വേഗമാണ് തുറന്നു കിടന്നിരുന്ന വാതിലുകളെല്ലാം അടഞ്ഞത്. എത്ര വേഗമാണ് തുറന്നു കിടന്നിരുന്ന വാതിലുകളെല്ലാം അടഞ്ഞത്. കിളികൾ കിളികൾ എന്ന് ഒച്ചയെ, കിളികൾ കളികൾ എന്ന ഒച്ചയെ ഇളവില്ലാതെ അഴിച്ചെറിഞ്ഞത്. കിളികൾ കളികൾ എന്ന ഒച്ചയെ ഇളവില്ലാതെ അഴിച്ചെറിഞ്ഞത്. ഒരു കടലോളമുണ്ടായിരുന്നതെല്ലാം വേലിയിറങ്ങി തിരയടക്കി ഒരു തടാകമെന്ന് കോട്ടുവായിട്ടത്. പുഴ പോലെ ഞൊറിഞ്ഞു കിടന്നതെല്ലാം മഴ പോലെ കുടഞ്ഞെറിഞ്ഞത്. പുഴ പോലെ ഞൊറിഞ്ഞു കിടന്നതെല്ലാം മഴ പോലെ കുടഞ്ഞെറിഞ്ഞത്. ജനൽക്കുളത്തിൽ തൂങ്ങിയാടി അകമ്പുറം ചാടി നടന്നിരുന്നൊരു കാറ്റ് വീട് ചുറ്റി വഴിമാറി നടന്നത്. അക്ഷരങ്ങൾ വാക്കുകളാവാതെ തൊണ്ടയിൽ കുടുങ്ങിയൊതുങ്ങിയത്. അക്ഷരങ്ങൾ വാക്കുകളാവാതെ തൊണ്ടയിൽ കുടുങ്ങിയൊതുങ്ങിയത്. എത്ര വേഗമാണ് ഒരു അശ്ലീലത്തെ വീട് ആഭരണമാക്കുന്നത്. എത്ര വേഗമാണ് ഒരു അശ്ലീലത്തെ വീട് ആഭരണമാക്കുന്നത്. നന്ദി. അഡ്വക്കേറ്റ് പി എ പൗരൻ. 2015 ഡിസംബറിൽ മറുവാക്ക് ആരംഭിച്ചു. അതിൻ്റെ ആദ്യത്തെ ലക്കം മണ്ഡ്യ അവകാശികൾ ആരാണ് എന്നുള്ള ടൈറ്റിലോടുകൂടിയാണ് ആദ്യ ലക്കം ആരംഭിച്ചതെന്നാണ് അംബിക പറഞ്ഞതും അതിന് തെളിവ് നമ്മൾ ഹാജരാക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഈ ആദിമ നിവാസികളുടെ ഭൂമി പ്രശ്നം പോയിട്ട് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നം പോലും സംസാരിക്കുവാൻ ഭരണകൂടമില്ല, വ്യവസ്ഥാപിത സ്ഥാപനങ്ങളില്ല. കേരളത്തിൽ വളരെ കാലം സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്ന സംഘടനകളുമില്ല. ആ ഒരു അവസ്ഥയാണ് ഇന്ന് കേരളം നേരിടുന്ന വലിയൊരു പ്രതിസന്ധി എന്ന് ആദ്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ 1.3 to 1.4% ആദിമ നിവാസികളാണ്. പക്ഷെ ഇന്ന് അവരുടെ കലാരൂപങ്ങൾ കേരള ഉത്സവത്തിൽ ഐറ്റമായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതല്ലാതെ, മനസ്സിലായില്ലേ, കേരള ഉത്സവത്തിൽ പ്രത്യേക ഐറ്റംസായിട്ട് അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കേരളത്തിലെ യുവാക്കൾക്കും അല്ലെങ്കിൽ യുവതികൾക്കും ഉണ്ടെന്നുള്ളതല്ലാതെ അവർ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ നിലനിൽപ്പിൻ്റെ സസ്റ്റനൻസിൻ്റെ ഇഷ്യൂ പോലും ഇന്ന് കേരളത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ട്. ഭൂമി പ്രശ്നം ഇന്ന് ചർച്ച പോലുമല്ല. അവരുടെ ഭൂമിയുടെ പ്രശ്നം അല്ലെങ്കിൽ ചവിട്ടി നിൽക്കാനുള്ള ഇടത്തിൻ്റെ പ്രശ്നം ഇന്ന് ചർച്ച പോലുമില്ല. അട്ടപ്പാടിയിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് ബോംബെ ബേസ് ചെയ്തിട്ടുള്ള ട്രസ്റ്റുകൾ ഇന്ന് സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതേവിടെ ഉണ്ടായിരുന്നു, അട്ടപ്പാടിയിൽ നിന്നുള്ളൊരു ജേർണലിസ്റ്റ് ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഇപ്പോൾ കാണുന്നില്ല. അദ്ദേഹത്തിനൊക്കെ അറിയാം. ഇപ്പോൾ അടുത്ത ദിവസം കടപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത്, പാലക്കാട് നിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കും അറിയാം, കടപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് 16.47 ഏക്കർ ഭൂമി ആദിമ നിവാസികൾക്ക് വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് സർവേ ചെയ്ത് മാറ്റിവെച്ചതാണ്. പക്ഷേ ഇന്ന് അവിടെ അവർക്ക് പ്രവേശിക്കാൻ പോലും അനുമതിയില്ല. ആ രൂപത്തിലേക്ക് അവരെ റെസ്ട്രിക്റ്റ് ചെയ്തു. അപ്പോൾ ഈ മർവാക്ക് എന്ന് പറയുന്ന ഈ മാസിക ആദിവാസി ഇഷ്യൂ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് 10 വർഷം മുമ്പ് ആരംഭിച്ചു. ഇന്നിപ്പോൾ 10 വർഷം പിന്നിടുമ്പോൾ അവരുടെ കാതലായ പ്രശ്നം, ഭൂമിക്ക് വേണ്ടിയുള്ള പ്രശ്നം, അവരുടെ കുട്ടികൾ വ്യാപകമായിട്ട് മരിച്ചുകൊണ്ടിരിക്കുന്ന അട്ടപ്പാടി ശിശു മരണങ്ങൾ വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അതൊന്നും ഇപ്പോൾ വലിയ വാർത്ത പോലും ആകുന്നില്ല. മാധ്യമങ്ങളത് കവർ ചെയ്യുന്ന പോലുമില്ല. അപ്പോൾ
അതേപോലെ അവർക്ക് ലൈഫ് മിഷൻ വഴി വീടുകൾ അനുവദിച്ചു കൊടുക്കുന്നു. പക്ഷെ ഒരൊറ്റ വീട് പോലും താമസയോഗ്യമല്ല. ബൂതി വഴി എന്ന് പറയുന്ന അട്ടപ്പാടി അഗളി പഞ്ചായത്തിൻ്റെ തൊട്ടടുത്തുള്ള ബൂതി വഴിയിൽ 7 ആദിമ നിവാസികൾക്ക് വീടുകൾ ഉണ്ടാക്കി കൊടുത്തു. ആ 7 വീടുകളിൽ 4 വീടും താമസയോഗ്യം പോലുമല്ല, ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറെ ഇരിക്കും. അപ്പോൾ ഇത്തരം ഇഷ്യൂസ് ഇപ്പോഴും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതെല്ലാം തമസ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ ദൈവ സ്തുതി പാടുന്നു, അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള സംഗീതം പാടി രാജാക്കന്മാരെ ആസ്വദിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം നേരത്തെ പറഞ്ഞതുപോലെ കലാരൂപങ്ങൾ കേരള ഉത്സവത്തിൽ അവതരിപ്പിച്ച് പ്രൈസ് വാങ്ങാൻ ഉപയോഗിക്കുന്നതല്ലാതെ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പോലും നമ്മുടെ സമൂഹം, പ്രത്യേകിച്ച് മാധ്യമങ്ങൾ, പ്രിൻറ്റും മീഡിയയായാലും ശരി, അല്ലെങ്കിൽ ഇലക്ട്രോണിക് മീഡിയ പോലും തയ്യാറാവാത്ത സാഹചര്യത്തിൽ എനിക്ക് അംബികയോട് പറയാനുള്ളത്, ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. കുടകിൽ കൃഷിക്ക് വേണ്ടി, ഇഞ്ചി കൃഷിക്ക് വേണ്ടി കൊണ്ടുപോയ 205 യുവാക്കൾ ഇപ്പോൾ ഇല്ല. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടന്നാണ്. കുടകിൽ മലയാളികളുടെ ഇഞ്ചി കൃഷിക്ക് വേണ്ടി, ഹരിയുണ്ട്, ഇഞ്ചി കൃഷിക്ക് വേണ്ടി കൊണ്ടുപോയ 205 യുവാക്കൾ, അവരെപ്പറ്റി യാതൊരു അറിവ് പോലും, അവരുടെ അവയവങ്ങൾ വരെ കച്ചവടം ചെയ്തിരിക്കും. അതിനുള്ള തെളിവുകൾ ധാരാളം. പക്ഷെ അതുപോലും നമ്മുടെ മാധ്യമങ്ങൾക്ക് വിഷയമല്ല, ചർച്ചയാകുന്നില്ല. അപ്പോൾ എനിക്ക് അംബികയോട് പറയാനുള്ളത്, ഇത് തുടങ്ങി വെച്ചത് ഇത്തരം ഒരു ലേഖനം അല്ലെങ്കിൽ ഒരു ടൈറ്റിൽ കൊടുത്തുകൊണ്ടാണ് മറുവാക്ക് ആരംഭിച്ചതെങ്കിൽ എനിക്ക് മറുവാക്കിനോട് അഭ്യർത്ഥിക്കാനുള്ളത്, ആ സമരം, മറുവാക്കിൻ്റെ ആദിവാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ സമരം നിർത്തരുത്, അത് കണ്ടിന്യൂ ചെയ്യണം. അതിനുള്ളൊരു ഊർജം മറുവാക്കിന്, പ്രത്യേകിച്ച് അംബികയ്ക്കും അംബികയുടെ ടീമിനും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കെ ഷഫീഖ്. സദസ്സിലിരിക്കാൻ തന്നെയാണ്, സംസാരിക്കണമെന്ന് ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അംബികയുമായുള്ള ഒരു ബന്ധം കോവിഡിന് മുമ്പ് 2019 ആണ് ഞാൻ മറുവാക്കിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ശ്രദ്ധയിൽപ്പെട്ട സന്ദർഭത്തിൽ തന്നെ ഇതൊരു സാഹസികതയാണ് എന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്നത് പോലെ തന്നെ എനിക്കും അത് മനസ്സിലായി. പലപ്പോഴും മറുവാക്ക് ഒരു ഏറ്റവും വലിയൊരു അനിവാര്യതയായിരിക്കുമ്പോൾ തന്നെ അത് കൊണ്ടു നടക്കുക എന്നത് ഒരു ത്യാഗം തന്നെയാണ്. സമൂഹത്തിൽ അധികം ആളുകളും തയ്യാറാകാത്ത ഒരു വലിയ ത്യാഗമാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ വാക്ക് അല്ലെങ്കിൽ ഔദ്യോഗിക വാക്കുകളെല്ലാം വിധേയത്വത്തിൻ്റെതാണ്. ഇവിടെ KC ഉമേഷ് ബാബു അത് മനോഹരമായി വിശദീകരിച്ചു. അതുകൊണ്ടാണ് മറുവാക്ക് അനിവാര്യമായി വരുന്നത്. നമ്മുടെ സംസ്കാരമായാലും നമ്മുടെ വാക്കുകളായാലും അതെല്ലാം കൂടുതൽ ഔദ്യോഗികമാകുന്നത് വിധേയത്വത്തിൻ്റെ സ്വഭാവം സ്വീകരിക്കുന്നത് കൊണ്ടാണ്. അത്തരമൊരു സന്ദർഭത്തിൽ ബോധപൂർവമായ വാക്കുകൾ മറുവശത്തു നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ നൈതികത, നീതിയിലൂടെയുള്ള സഞ്ചാരം നിലച്ചു പോകുമെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കേരളത്തിലത് ഓരോ ദിവസവും അത് ശക്തിപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. അത്തരമൊരു സന്ദർഭത്തിലാണ് മറുവാക്ക് പ്രസക്തമാകുന്നത്. അതിൻ്റെ ഓരോ ലേഖനങ്ങളും ഓരോ ലക്കങ്ങളും ഇപ്പോൾ മറുവാക്ക് പുസ്തക പ്രസാധനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങളുമെല്ലാം ആ നിലക്കുള്ള കേരളത്തിൻ്റെ ഒരു ശരിയിലേക്കുള്ള ഒരു സഞ്ചാരത്തെയാണ് അത് വഴിതുറക്കുന്നത്. ഈ സാഹസികത, അംബികേച്ചി മാത്രമല്ല, അംബികേച്ചിയോടൊപ്പം 1-2 ആളുകളുണ്ട്, പബരാജുണ്ട്, KS ഹരിഹരൻ, അങ്ങനെയുള്ള ആളുകൾ. ഇതിൽ ഏറ്റവും പ്രധാനമായ അംബികേച്ചി ഒരു ജീവിതം തന്നെയാണ്. നമുക്ക് തോന്നും, എന്താണ് ഇതിൻ്റെ ഒരു ലാഭം? വരുമാനമില്ല, ഇത് കൊണ്ടു നടക്കുന്നത്, അതിൻ്റെ പ്രിൻറ്റിങ്, റാപ്പർ ഒട്ടിക്കുന്നത്, റെയിൽവേ RMSൽ എത്തിക്കുന്നത്, അതിൻ്റെ പേരിൽ ഫോൺ ചെയ്യുന്നത്, പ്രൂഫ് റീഡിങ്, എഡിറ്റിങ്, എല്ലാ കാര്യങ്ങളും അങ്ങേയറ്റം. ഇങ്ങനൊരു പ്രസിദ്ധീകരണം ഞാൻ വിശ്വസിക്കുന്നു കേരളത്തിൽ, ഇന്ത്യയിൽ ഇങ്ങനെ ഒരു പ്രസിദ്ധീകരണം ഈ അളവിൽ ഇപ്പോൾ പുറത്തിറങ്ങുന്നുണ്ടാവുന്നില്ല. ഒരു സംഘടനയായിരുന്നു ഇത് നടത്തിയിരുന്നെങ്കിൽ ഒരു യോഗം കൂടി ഇത് നിർത്താൻ തീരുമാനിക്കുകയായിരുന്നു. അംബികേച്ചി
ഇവിടെ പലപ്പോഴും നമ്മൾ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത് ഓൺലൈനിലേക്ക് മാറിക്കൂടെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓപ്ഷൻ സ്വീകരിച്ചുകൂടെ? അപ്പോഴൊക്കെ അംബികച്ചിയുടെ ചിരിച്ചുള്ള മറുപടി, പോകുന്നിടത്തോളം ഇത് പോകും, അതെൻ്റെ ഒരു നിശ്ചയമാണെന്നാണ്. അംബികച്ചിയുടെ ആ നിശ്ചയത്തിന് അവർ പോകുന്നിടത്തോളം എല്ലാവിധത്തിലുള്ള ഐക്യദാർഢ്യവും അറിയിക്കുന്നു. അത് നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൽ ആകാവുന്നത്ര പിന്തുണയും പ്രോത്സാഹനവും ഇനിയും നൽകുമെന്ന് ഈ സന്ദർഭത്തിൽ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം. ആശംസ അറിയിക്കാനായിട്ട് കൃഷ്ണമ്മാളിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, ഈ സന്ദർഭത്തിൽ വളരെ കാലങ്ങൾക്ക് മുമ്പ് വിദ്യാർത്ഥി സംഘടനയിലും മഹിളാ രംഗത്തും യുവജന രംഗത്തും ഓടി നടന്നിരുന്ന അംബികയാണ് ഞാൻ ഓർക്കുന്നത്. പിൽക്കാലത്ത് കാണുന്നത് എൻ്റെ ഒരു യൂണിയനിലെ കൂട്ടുപ്രതി ആയിട്ടാണ്. ആ യൂണിയൻ്റെ സ്റ്റേറ്റ് ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് കേരളത്തിലെ എല്ലാ ജില്ലയിലും ഓടി നടക്കും. അങ്ങനെ വയനാട്ടിൽ ഞങ്ങൾ ഒന്നിച്ച് പോകുമ്പോഴാണ് ഈ പത്രത്തിൻ്റെ കാര്യവും ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. എന്ത് അഭിമാനമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ തോന്നുന്നത്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ചങ്കുറപ്പോടുകൂടി ഒരു പത്രം, ഒരു മാസികയെ കൊണ്ടുപോകാൻ ഒരു വനിത ഉണ്ടായി എന്ന് പറയുമ്പോൾ അഭിമാനമാണ്. വേറെ ഒരു വനിതയും ഞാൻ കണ്ടിട്ടില്ല, ഒരു സ്റ്റേറ്റിലും ഞാൻ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും ഈ സംരംഭം എത്രമാത്രം ഉയർന്നു പോകാമോ അത്രമാത്രം ഉണർന്നും ഉയർന്നും പോകട്ടെ എന്നുള്ളതാണ്. ഇവിടെ പല ആളുകളും പല രംഗത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ആ പറഞ്ഞതിൻ്റെ എല്ലാം ഒരർത്ഥത്തിൽ, ഒരു കാര്യത്തിൽ മാത്രമാണ് ഞാൻ കാണുന്നത്. എഴുതാം, ഏതിനെക്കുറിച്ചും എഴുതാം, പക്ഷേ അത് പ്രയോഗത്തിൽ കൊണ്ടുവരുന്നതിന് ഒരു പറ്റം ആളുകൾ വേണം. ആ ആളുകൾ ഇല്ലാത്തതാണ് ഇന്ന് കേരളത്തിൻ്റെ ശാപം, ഇന്ത്യയുടെ ശാപം. വർഗത്തെ കണ്ടെടുക്കുവാൻ, ഒരു വർഗസമരം ആസൂത്രണം ചെയ്യുവാൻ, തൻ്റെ കൂട്ടാളികൾക്കുള്ള വിഷമതകൾ മനസ്സിലാക്കി അവരെ സഹായിക്കുവാൻ ഇന്ന് ചെറുതും വലുതുമായിട്ടുള്ള ആളുകൾ ഇല്ല. ഇന്ന് പ്രായമായ ആളുകളാണ് ഇവിടെ കൂടിയിരിക്കുന്നത്, ചെറുപ്പക്കാർ കാണുന്നില്ല എന്ന്. എന്നാൽ ഈ പ്രായമായ ആളുകൾക്കാണ് ഈ കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യാൻ കരുത്തും പ്രാപ്തിയും ഉള്ളത്. അങ്ങനെ അവർ ചെയ്യുമ്പോഴാണ് ചെറുപ്പക്കാർ നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. ഏറ്റവും ചെറിയ ഒരു ഉദാഹരണം ഞാൻ പറയാം. എൻ്റെ താലൂക്കിൽ നിന്നാണ് ISROയിൽ ഉപയോഗിക്കപ്പെടുന്ന ലാക്ടെക്സ് കൊണ്ടുപോകുന്നത്. പക്ഷേ ആ ലാക്ടെക്സ് കൊണ്ടുപോകുമ്പം ISROയ്ക്ക് എത്ര രൂപ ലാഭമാണ്. പക്ഷേ എൻ്റെ താലൂക്കിലെ റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷന് യാതൊരു ലാഭവുമില്ല, ISROയിലെ ജീവനക്കാർക്കൊരു ലാഭവുമില്ല. നമ്മളാരും ഒരു പത്രവും അറിയപ്പെടുന്നില്ല. 1.5 വർഷമായി ഒരു തൊഴിലാളി വെളിയിലാണ്, അവർ സമരത്തിലാണ് എന്ന്. എല്ലാ യൂണിയനുകളും അടുത്ത് ചെന്നവരെ താലോലിച്ച് ഞങ്ങളിപ്പോൾ കയറ്റാം, നിങ്ങളുടെ പ്രശ്നം ശരിയായിട്ടുള്ള പ്രശ്നമാണ്, പക്ഷേ ആരും കൈ കൊടുക്കില്ല. എന്തുകൊണ്ടാണ്? ഒരു പ്രശ്നം ഏറ്റെടുത്താൽ അവിടെ ഉറച്ചു നിന്ന് ആ ശരിയായിട്ടുള്ള ദിശയിലേക്ക് പോയി അവരെ സഹായിക്കേണ്ടുന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആർക്കും ഇന്ന് മനസ്സില്ല. അപ്പോൾ നമ്മുടെ പത്രം ആ ദിശയിലേക്ക് കൂടി കടന്നു പോകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരും
നിങ്ങൾക്ക് എല്ലാ ആശംസകളും. മാധ്യമപ്രവർത്തകനായ ബഷീർ മാടാല സംസാരിക്കും. വൈകികളിൽ ഒരു പ്രസംഗത്തിന് ഒന്നും പ്രസക്തിയില്ല. കഴിഞ്ഞ 10 വർഷമായി അംബികയുടെ കൂടെ ഉണ്ട്. മറുവാക്കിൽ നിരവധി എഴുതിയിട്ടുണ്ട്. തുടർന്നുള്ള അംബികയുടെ പ്രവർത്തനങ്ങൾ നമ്മൾ കൂടെ ഉണ്ടാവും. അംബികയുടെ അഭാവത്തിൽ അംബികയ്ക്ക് എല്ലാവിധ, പ്രത്യേകിച്ച് മറുവാക്കിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നന്ദി.